ഹായ് ഓൾ, എൻ്റെ പേര് ജോയൽ. ഞാനൊരു CMA ഫൈനലിസ്റ്റ് ആണ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഇൻ്റർമീഡിയറ്റിൻ്റെ പേപ്പർ 11 ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ് ഡേറ്റ അനലിറ്റിക്സ്. ഇതിൽ നമ്മളുടെ ബിസിനസ് ഡേറ്റ അനലിറ്റിക്സ് പാർട്ട് ബി അല്ലേ, ഇതൊരു 20 മാർക്സിൻ്റെ ടോപ്പിക്കാണ്. സോ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്ലാസ്സുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കധികം സമയം കളയാതെ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുന്നേ നമുക്ക് നമ്മുടെ വെയിറ്റേജ്, നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ അറിയണം അല്ലേ. നമ്മൾ എന്ത് സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ ആ സബ്ജക്റ്റും അതിൻ്റെ ആ ഒരു പാറ്റേണും അതിലേക്ക് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാം പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു സബ്ജക്റ്റിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം വെയിറ്റേജിലോട്ട് പോകാം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നു 80% എന്താണ് FM ആണ് അല്ലേ. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് 80%, ബാക്കി വരുന്ന 20% എന്ത്, ബിസിനസ് ഡേറ്റ അനലിറ്റിക്സ് സെക്ഷൻ ബി. അതിൽ തന്നെ എന്താണ് പിന്നെ ഫെർദർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 5%, 5%, 5%, 5% ആയിട്ട് അങ്ങനെ 4 ചാപ്റ്ററിൽ നിന്നും 5 മാർക്ക് വീതമാണ് എന്ത് വരാൻ സാധ്യതയുള്ളത്. സോ നമുക്ക് വലിയ എഫേർട്ട് ഇല്ലാതെ തന്നെ എന്താണ് നമുക്കൊരു 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. ഓക്കെ, കാര്യം എന്താണ്, ഓക്കെ FM ആണ് നമുക്കറിയാം, പ്രോബ്ലം ആണല്ലേ. പക്ഷെ ഇൻ കേസ് നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ തന്നെ എന്താണ്, ഇതൊരു സേഫ് സോൺ ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എന്താണ്, നമുക്ക് വേണമെങ്കിൽ പാസ് ആവാനും എക്സംഷൻ അടിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു 20 മാർക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആൻഡ് എന്താണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എന്താണ്, അധികം തല പോയാതെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാനും പറ്റും. കാര്യം ഭയങ്കര സിമ്പിൾ ടോപ്പിക്സ് ആണ് ഇതെല്ലാം. ഓക്കെ, നമ്മൾക്ക് നമ്മുടെ ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റ സയൻസ് ഫോർ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്, ഡേറ്റ പ്രോസസ്സിംഗ്, ഓർഗനൈസിംഗ്, ക്ലീനിങ് ആൻഡ് വാലിഡേഷൻ, ഡേറ്റ പ്രസന്റേഷൻ, വിഷ്വലൈസേഷൻ ആൻഡ് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ, ഡേറ്റ അനാലിസിസ് ആൻഡ് മോഡലിംഗ്. സോ ഈ 4 ചാപ്റ്ററേ ഉള്ളൂ. 4 എന്താണ് 5 മാർക്ക് വെച്ചേ ഉള്ളൂ അല്ലേ. സോ നമുക്ക് എന്താണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റ സയൻസ് ഫോർ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, നമുക്ക് നോക്കാം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. ഞാൻ പറയുമ്പോൾ എന്താണ് നമ്മുടെ മെറ്റീരിയലും എടുത്ത് വെച്ചിട്ട് എന്താണ് കൂടെ വായിച്ചു പോകണം കേട്ടോ. ഇതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് അല്ല എല്ലാം നമ്മൾ നോക്കും. നമ്മൾ 100% സിലബസ് കവർ ചെയ്യും. ഓക്കെ, എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കണം. നിങ്ങൾ എന്താണ് ഇത് സ്കിപ്പ് ചെയ്യാതെ ഒരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സീരിയസ്നെസ്സോടെ തന്നെ ഇരിക്കണം. ഓക്കെ, സോ നമുക്ക് അധികം സെഷൻ വേണ്ടി വരത്തില്ല. ഇത് നമുക്ക് ഈസി ആയിട്ട് എന്താണ് നമുക്ക് കവർ ചെയ്ത് തീർക്കാൻ പറ്റും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമുക്ക് നോക്കാം സെക്ഷൻ ബി. നമ്മുടെ 8th മൊഡ്യൂൾ അല്ലേ. സോ ഇതിൽ പറയുന്നത് ഫസ്റ്റ് വൺ, മീനിങ്, നേച്ചർ, പ്രോപ്പർട്ടീസ്, സ്കോപ്പ് ഓഫ് ഡേറ്റ. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് തന്നെ നോക്കിക്കേ. There is a saying, data is the new oil over the last few years. എന്ന് വെച്ചാൽ എന്താ, അവർ പറയുന്നത് ഡേറ്റയാണ് പുതിയ ഓയിൽ എന്ന്. അതെന്താ വൈ ഓയിൽ, എന്തുകൊണ്ട് ഓയിൽ എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നു? പണ്ട് കാലങ്ങളിലൊക്കെ ഓയിൽ കയ്യിലുള്ളവരാണ് റിച്ച് എന്നൊരു ഒരു വെപ്പുണ്ട് അല്ലേ. സൗദി അറേബ്യ, അവർക്ക് അവരുടെ ഓയിൽ റിസർവ്സ് ഒരുപാടുള്ളത് കൊണ്ടാണ് സൗദിനെ ഒരു റിച്ചസ്റ്റ് കൺട്രി ആയിട്ട് കാണുന്നത്. സോ അതേപോലെ തന്നെ നമ്മുടെ മോഡേൺ യുഗത്തിൽ അല്ലേ, ഇപ്പം നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ട് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ, ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ള ഒരു യുഗത്തിൽ ഡേറ്റയാണ് ഓയിൽ, അല്ലെങ്കിൽ ഡേറ്റ ഉള്ളവനാണ് റിച്ച് എന്നൊരു കോൺസെപ്റ്റാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കാലത്ത് എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിപ്പോൾ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിനെ പറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ റിസോഴ്സ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെ പറ്റി ആയിക്കോട്ടെ അല്ലേ. എന്തിനെ പറ്റിയാണ്, ഒരു പുതിയ ബിസിനസ് മോഡൽ, അല്ലെങ്കിൽ ഒരു ന്യൂ മെത്തേഡ് ഓഫ് അഡ്വർടൈസിങ് അല്ലേ. സോ ഇതിനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ്, കാശുണ്ടാക്കാൻ പറ്റും അല്ലേ. നോക്കിക്കേ, the field of finance and accounts has not remained untouched from this wave. നമ്മുടെ ഫൈനാൻസിനെയും അക്കൗണ്ട്സിനെയും ഈ ഡേറ്റയുടെ ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. സോ എന്താണ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഡേറ്റ ആൻഡ് ഹൗ ഈസ് ഇറ്റ് ലിങ്ക് ടു ഇൻഫർമേഷൻ ആൻഡ് നോളജ്. എന്താണ് ഡേറ്റ, ഇതിന് ഇൻഫർമേഷനും നോളജുമായിട്ടുള്ള ബന്ധം എന്താണ്. ആൻഡ് ഒരു കാര്യം, ഞാൻ ഫുൾ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും എടുക്കുന്നത്.
കാര്യം അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് നമ്മുടെ മെറ്റീരിയൽ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ എന്താണ് മെറ്റീരിയലും കൂടെ എടുത്തു വെച്ച് മെറ്റീരിയലിൽ മാർക്ക് ചെയ്ത് പോവുക, എന്താണ് ഇമ്പോർട്ടൻറ്റ്, എന്തൊക്കെയാണ് സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടതെന്നൊക്കെ. ഓക്കെ, സോ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഡേറ്റ ആൻഡ് ഹൗ ഈസ് ഇറ്റ് ലിങ്ക് ടു ദ ഇൻഫർമേഷൻ ആൻഡ് നോളജ്? എങ്ങനെയാണ് അത് ഇൻഫർമേഷൻ നോളജുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്? ഓക്കെ, ഡേറ്റ ഇസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഇൻഫർമേഷൻ നീഡ്സ് ടു ബി പ്രോസസ്ഡ് ഫോർ ഗ്യാതറിംഗ് നോളജ്. അല്ലേ, എന്താ പറയുന്നത്? ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഇൻഫർമേഷന്റെ സോഴ്സ് ആണ്. ഇൻഫർമേഷൻ ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്കാറ്റേർഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്, കുറെ ഇൻഫർമേഷൻ ആണ്, കുറെ കാര്യങ്ങളാണ്. ഇൻഫർമേഷനെ നമ്മൾ ഡേറ്റയിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് എന്താണ് എടുക്കുന്നത്. ഈ ഇൻഫർമേഷനെ നമ്മൾ വീണ്ടും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നോളജ് കിട്ടും. മനസ്സിലായോ? അതായത് എന്താണ്, നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം അല്ലേ. ഓക്കെ, നമ്മുടെ സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മൾ 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ 10 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത്രയും നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനെ ഞാൻ എന്താണ് വിളിക്കുക? ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ. ഇതിനെ എന്താണ്? ഡേറ്റ എന്ന് വിളിക്കാം അല്ലേ. ഞാൻ ഇതിനെ നാച്ചുറൽ നമ്പേഴ്സ്, ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുവാണെങ്കിൽ അതെന്തായി? അത് ഇൻഫർമേഷനായി അല്ലേ. ഇനി ഇതിനെ തന്നെ ഞാൻ 2 4 6 8 10 1 3 5 7 9 ഇങ്ങനെ ഇതെന്താണ്? ഈവൻ നമ്പേഴ്സ് അല്ലേ, ഇത് ഓഡ് നമ്പേഴ്സ് അല്ലേ. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കുറച്ചുകൂടി സെറ്റാക്കിയാൽ എന്ത് പറയും? ഇതിനെ നമ്മൾ എന്ത് പറയും? നോളജ്. ഇതിനെ നമ്മൾ വീണ്ടും ഫർദർ പ്രോസസ് ചെയ്ത് എന്താണ്, നമ്മൾ അതിനെ തരം തിരിച്ച് കാറ്റഗറൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞു അല്ലേ. സോ അതിനെ നമ്മൾ എന്താ വിളിക്കുക? നോളജ്. സോ ഇതാണ് എന്ത് നമ്മൾ ഇവിടെ പറഞ്ഞത്. നോക്കിക്കേ, ഡേറ്റനെ ഇൻഫർമേഷൻ ആക്കി, ഇൻഫർമേഷൻ ഫർദർ പ്രോസസ് ചെയ്താൽ എന്ത് കിട്ടും? നോളജ് കിട്ടും. നോക്കിക്കേ, റോ ഡേറ്റ അല്ലെ. റോ ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? റോ ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് എ കളക്ഷൻ ഓഫ് മീനിങ്ലെസ് ടെക്സ്റ്റ്, നമ്പേഴ്സ് ആൻഡ് സിമ്പിൾസ് അല്ലേ. നോക്കിക്കുക, റോ ഡേറ്റ പ്രത്യേകിച്ച് അതിനൊരു അർത്ഥവുമില്ല, ചുമ്മാ കുറെ നമ്പേഴ്സ്, കുറെ സിമ്പിൾസ്, കുറെ വാക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്നോ ഏതാണെന്നോ ഒന്നും എന്താണ് നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല അല്ലേ. അതിന് പറയുന്ന പേരെന്താ? റോ ഡേറ്റ. നോക്കിക്കേ, 2 4 6 8 അമൂൽ, നെസ്ലെ, ITC 36 37 38 35 ഇതൊക്കെ കാണുമ്പോൾ എന്താ? ഓക്കെ, 2 4 6 8 നമുക്ക് വേണമെങ്കിൽ ഓക്കെ നമ്പേഴ്സ് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നല്ലേ. അമൂൽ, നെസ്ലെ, ITC നമുക്ക് കമ്പനീസ് എന്ന് പറയാം അല്ലേ. 36 36 37 38 35 എന്താണ്? നമ്പേഴ്സ് ഒരു ഓർഡർ ഇല്ലാതെ എഴുതി വെച്ചേക്കുന്നല്ലേ. സോ നമുക്കിത് കാണുമ്പോൾ എന്താ? നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയയും കിട്ടുന്നില്ല. സോ ഇതിന് പറഞ്ഞ പേരെന്ത്? റോ ഡേറ്റ. പക്ഷെ നോക്കിക്കേ, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ഡെസിഫർ. നമുക്ക് എന്താണ് പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടത്തില്ല. ദ ഫസ്റ്റ് സീരീസ് മേ ബി എ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 2. നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ, രണ്ടിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 2 into 1 2 2 into 2 4 അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ വാല്യൂ നമ്പേഴ്സ് ആയിരിക്കും എഴുതി വെച്ചേക്ക് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. സെക്കൻഡ് എന്താണ്? കുറച്ച് ഇന്ത്യൻ ബ്രാൻഡ് നെയിംസ് അല്ലേ. പക്ഷെ എന്തുകൊണ്ട് ഈ ബ്രാൻഡ് നെയിം തന്നെ എഴുതി വെച്ചേക്കുന്നു നമുക്കറിയത്തില്ല. കുറച്ച് കമ്പനികളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ വൈ ദീസ് കമ്പനീസ് നമുക്ക് അറിയത്തില്ല. ലാസ്റ്റ് വൺ നോക്കിക്കേ, എന്താണ്? കുറച്ച് നമ്പേഴ്സ് അല്ലേ, പക്ഷെ ഇതുകൊണ്ട് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. സോ എന്താണ്? ഇതിന് പറയുന്ന പേരാണ് റോ ഡേറ്റ. ഓക്കെ, നമുക്ക് ക്ലാസിഫൈ ചെയ്യാത്ത, ഒന്നും ചെയ്യാത്ത റോ സാധനം. അപ്പൊ ഇൻഫർമേഷൻ എന്തായിരിക്കും? നോക്കിക്കേ, ഇതിന്റെ കൂടെ തന്നെ നമ്മളൊരു കോണ്ടെക്സ്റ്റ് കൂടി എഴുതി വെക്കുകയാണ്. 2 4 6 8 is the multiplication table of 2. രണ്ടിന്റെ ഗുണന പട്ടികയാണ് എന്ന് പറയുന്നത് എന്താണ്? അത് ഇൻഫർമേഷൻ ആണ് അല്ലേ. ഇൻഫർമേഷൻ ഈസ് ഈക്വൽ ടു ഡേറ്റ പ്ലസ് കോണ്ടെക്സ്റ്റ്. അതിനൊരു കോണ്ടെക്സ്റ്റ് കൂടി ഉണ്ട്. അമൂൽ, നെസ്ലെ, ITC 3 FMCG കമ്പനീസ് ലിസ്റ്റഡ് ഇൻ NSE. അപ്പൊ എന്താണ്? നമ്മൾ വൈ ദീസ് കമ്പനീസ് നമ്മളൊരു ചോദ്യം ചോദിച്ചു. എന്താണ് ഇത്? FMCG കമ്പനീസാ, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനീസ് ആണെന്ത് അമൂൽ, നെസ്ലെ, ITC എന്ന് പറഞ്ഞാൽ. നൗ ഇറ്റ് മേക്ക് സെൻസ് അല്ലേ. ഇപ്പൊ ഒരു ഐഡിയ വന്നു. എന്തുകൊണ്ട് അമൂൽ, നെസ്ലെ, ITC അല്ലേ? ആലോചിച്ച് നോക്കുക. അമൂൽ എന്ന് വെച്ചാൽ എന്താ? പാല്, ഐസ്ക്രീം, പിന്നെ എന്താണ്? സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലേ. ഇതൊക്കെ എന്താണ്? അമൂൽ ഉണ്ടാക്കാറുണ്ട്. നെസ്ലെ എന്തുവാണ്? ഇതുപോലെ തന്നെ കിറ്റ്കാറ്റ്, നമ്മുടെ കിറ്റ്കാറ്റ് അല്ലേ.
അങ്ങനെ നെസ്ലെ ചോക്ലേറ്റ്സ് അല്ലേ, നെസ്ലെയും എന്താണ് കൺസ്യൂമർ ഗുഡ്സ് ആണ്. ഐ ടി സി എന്താ ഉണ്ടാക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു സാധനം ഇപ്പി നൂഡിൽസ്, സൺഫീസ്റ്റ് ബിസ്ക്കറ്റ് അല്ലേ, കൺസ്യൂമർ കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാക്കുന്ന കമ്പനീസ് ആണ് ഇതെല്ലാം. അതുപോലെ 36, 37, 38, 35, 36 എന്താ നോക്കിക്കേ, ഹയസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് കൊൽക്കത്ത അല്ലേ, കഴിഞ്ഞ 4 ദിവസത്തെ കൊൽക്കത്തയിലുള്ള ഹയസ്റ്റ് ടെമ്പറേച്ചർ. അപ്പൊ ഇതെന്താണ്, ഇപ്പൊ ഒരു സെൻസ് ഉണ്ട് 36 ഡിഗ്രി അല്ലെ, 37 ഡിഗ്രി, 38 ഡിഗ്രി അല്ലെ. സോ ആ ഡേറ്റയുടെ കൂടെ തന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ, ഒരു കോണ്ടെക്സ്റ്റ് കൂടി വന്നാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഇൻഫർമേഷൻ എന്ന് വിളിക്കും. ക്ലിയർ ആയോ? ഇപ്പൊ ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പ്രോസസ് ചെയ്തിട്ടില്ല. ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ പ്ലസ് കോണ്ടെക്സ്റ്റ്. അടുത്ത എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഈ ടേബിളിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡേറ്റ, ഇൻഫർമേഷൻ, നോളജ് അല്ലേ. നോളജ് എന്താ? നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് അല്ലേ. നമ്മൾ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്താണ്, അത് ഒരാൾക്ക് ഉപയോഗപ്പെടുന്ന എപ്പോഴാ? അത് അപ്ലൈ ചെയ്യുമ്പോഴാ അല്ലേ. നമ്മൾ പറയും, നമ്മൾ CMAയിൽ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുന്നത്, നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് ചെന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണ് അല്ലേ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മളത് അപ്ലൈ ചെയ്യുമ്പോഴാണ്, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, കോസ്റ്റിംഗ് അല്ലേ, കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ലേ, ഇതൊക്കെ നമ്മൾ എന്താണ് റിയൽ ലൈഫിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിനെ എന്താണ് നോളജ് എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, നോളജ് ഈസ് ഈക്വൽ ടു ഇൻഫർമേഷൻ പ്ലസ് ആപ്ലിക്കേഷൻ ഓഫ് ഇറ്റ് അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് എന്താ പറയാൻ പറ്റും? നോളജിനെ നമുക്ക് ഒറ്റയടിക്ക് ഈ ഇൻഫർമേഷനെ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്താൽ എന്തോ പറ്റും? ഡേറ്റ പ്ലസ് കോണ്ടെക്സ്റ്റ് പ്ലസ് ആപ്ലിക്കേഷൻ അല്ലേ. അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. 2, 4, 6, 8 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 2, രണ്ടിന്റെ ഗുണനപ്പട്ടിക അല്ലേ. ദ ടേബിൾ ഓഫ് 3 ഷുഡ് സ്റ്റാർട്ട് ഫ്രം 3. മൂന്നിന്റെ ടേബിൾ 3 തൊട്ടിട്ടാ അല്ലേ. രണ്ടിന്റെ രണ്ടാം നമുക്കറിയാം, മൂന്നിൻ്റെത് 3 തൊട്ടാണ് തുടങ്ങുന്നത്. നമുക്കത് എന്താണ്, ഇത് അപ്ലൈ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അമൂൽ, നെസ്ലെ, ITC 3 FMCG കമ്പനീസ് ആണ്, NSEയിൽ ലിസ്റ്റഡ് ആണെന്ന് പറഞ്ഞല്ലേ. ദീസ് 3 കമ്പനീസ് ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഷുഡ് ബി അനലൈസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇന്ത്യൻ FMCG സെക്ടർ. സ്റ്റോക്ക് മാർക്കറ്റിൽ NSEയിൽ FMCG സെക്ടറിലെ ഷെയർസ് വാങ്ങിക്കാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ എന്താണ്, അയാൾക്ക് ഈ 3 കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ മതി. എന്തിനാണ്? ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ അല്ലേ. അതൊരു ആപ്ലിക്കേഷൻ അല്ലേ. അതുപോലെ നോക്കിക്കേ, 36, 37 അല്ലേ, ഹയസ്റ്റ് ടെമ്പറേച്ചർ ഇൻ കൊൽക്കത്ത. കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് കൊൽക്കത്തയിലുള്ള ഹയസ്റ്റ് ടെമ്പറേച്ചറാ. അവിടെ എന്തോ പറ്റും? ടെമ്പറേച്ചർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ AC സെയിൽ വേണോ, എയർ കണ്ടീഷനിങ് വേണോ അല്ലെ, സെയിൽസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ AC വിൽപ്പന കൂട്ടണോ കുറയ്ക്കണോ അല്ലെ, പ്രൊഡക്ഷൻ കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ എന്താണ് AC മാനുഫാക്ചറേഴ്സിന് എന്താണ് അതുകൊണ്ടൊരു ഉപയോഗമില്ലേ. സോ അതാണ് പറയുന്നത് ഇൻഫർമേഷൻ പ്ലസ് ആപ്ലിക്കേഷൻ ഓഫ് ഇറ്റ്. സോ എന്താണ് പറഞ്ഞത്? നമ്മൾ ഡേറ്റ പറഞ്ഞു, ഇൻഫർമേഷൻ പറഞ്ഞു, നോളജ് പറഞ്ഞു അല്ലേ. സോ ഈ 3 ലെയറും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഡേറ്റയുടെ നേച്ചറിലോട്ട് പോകാം. നേച്ചർ ഓഫ് ഡേറ്റ. ഡേറ്റയുടെ നേച്ചർ എങ്ങനെയാണ് നോക്കിക്കേ. ഫസ്റ്റ് വൺ, ന്യൂമറിക്കൽ ഡേറ്റ. എ ഡേറ്റ മേ ബി എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ഡേറ്റ. നമ്പർ ആയിട്ടല്ലേ, നമ്മുടെ നമ്പർ ഫോമാറ്റ്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ എന്താണ് ഈ പ്രൈസ് ലിസ്റ്റുകൾ അല്ലേ. സോ ഇതൊക്കെ എന്താണ് ന്യൂമറിക്കൽ ഡേറ്റയാണ്. നിങ്ങൾ ഈ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒക്കെ ഇത് കണ്ടിട്ടില്ലേ, ഇൻഡെക്സ് മൂവ് ചെയ്യുന്നത്, അതെല്ലാം നമ്പേഴ്സ് ബേസ് ചെയ്തിട്ടാ അല്ലേ. സോ അതിനൊക്കെ എന്താണ്, അതൊക്കെ ന്യൂമറിക്കൽ ഡേറ്റയാണ്. ഇതാ നോക്ക്, ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഒരു സ്റ്റോക്ക് പ്രൈസിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചേക്കുവാണ്. സോ എന്താണ് ഇതിങ്ങനെ കൂടിയും കുറഞ്ഞും പൊക്കോണ്ടിരിക്കും. ചില സമയം നിങ്ങൾ നോക്കുമ്പോൾ moneycontrol.com ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ. ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മേ ബി ഡെസിഫൈഡ് ഇൻ ദ ഫോം ഓഫ് എ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ. നോക്കിക്കേ, ഒരു നീണ്ട പാരഗ്രാഫ് അല്ലേ. സോ എന്താണ്, ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ആനുവൽ റിപ്പോർട്ടിൽ നിന്ന് എടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കിക്കേ, വി ബിലീവ് ദാറ്റ് to generate superior long-term value, we need to care for all our stakeholders, our consumers, customers, employees, shareholders, and above all, the planet and society. സോ എന്താണ് അവർ പറയുന്നത്, അവരുടെ ആനുവൽ റിപ്പോർട്ടിനകത്തുനിന്ന് അവരെടുത്ത ഒരു കാര്യം അല്ലേ. സോ അവരെന്താ പറയുന്നത്, അവർക്ക് വാല്യൂ അഡീഷൻ, വാല്യൂ കൂട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അവരുടെ ഷെയർ ഹോൾഡേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എംപ്ലോയീസ് ഇവരെല്ലാം എന്താണ് അവർ പ്രോപ്പറായിട്ട് എന്താണ് അവർ കെയർ ചെയ്യണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കണം. സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ
എന്താണ് എൻവയോൺമെന്റിന് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലാത്ത കാര്യങ്ങൾ അല്ലെ, അങ്ങനെയുള്ള രീതിയിൽ പ്രൊഡക്ഷൻ പ്രോസസ്സുകളും നമ്മുടെ സമൂഹത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ എന്താണ് അവർക്ക് വളരാൻ പറ്റണം. അതിനാണ് എന്ത് സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ എന്താണ് എല്ലാവരും വളരുന്ന കൂട്ടത്തിൽ കമ്പനിയും വളരണം. അതാണ് എന്ത് അവരുടെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ അല്ലേ. സോ ഇതിനെപ്പറ്റി എന്താണ് അവർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. സോ എന്താണ് ഇങ്ങനെ കുറച്ചുകൂടെ എന്താണ് കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന പേരാണ് എന്ത് ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ. കുറച്ചുകൂടി എന്താണ് നമുക്ക് വായിക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എന്താണ് വ്യക്തത കിട്ടും. നോട്ട് ജസ്റ്റ് നമ്പേഴ്സ്, അതിന് കുറച്ചുകൂടി എന്താണ് ഒരു വ്യക്തതയുണ്ട്. ഗ്രാഫിക്കൽ ഡേറ്റ എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത്? പടങ്ങൾ അല്ലേ, നമ്മൾ പിക്ചേഴ്സ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നു. ഇതാ നോക്കിക്കേ, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടോ പ്രൈസ് ഇൻഡെക്സ് മൂവ്മെന്റ് കണ്ടോ, ഇങ്ങനെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ കൂടി അല്ലെ, ഇവിടെ കുറഞ്ഞു, പിന്നെ എന്താണ് വലിയ കുഴപ്പമില്ലാതെ സ്റ്റഡി ആയിട്ട് പോയി വീണ്ടും പ്രൈസ് കൂടി, പിന്നെ എന്താണ് ഇങ്ങനെ സ്റ്റീപ്പായിട്ട് പോയിട്ട് വീണ്ടും കുറഞ്ഞു, കൂടി കുറഞ്ഞു അല്ലേ. സോ നമുക്കിത് കാണുമ്പോൾ എന്താണ് നോക്കിക്കേ, ആ ഇതൊരു എനിക്ക് തോന്നുന്നു അതെ 5 ഡേയ്സിന്റെ അനാലിസിസ് ആണ്. നോക്കിക്കേ, പാസ്റ്റ് 5 ഡേയ്സ് അല്ലെ, 5 ദിവസത്തെ ഈ സ്റ്റോക്കിന്റെ മൂവ്മെന്റിനെയാണ് കാണിക്കുന്നത് അല്ലേ. സോ എന്താണ് അതിൽ നമുക്ക് എന്ത് മനസ്സിലാവും? നമുക്ക് ആ ഒരു എന്താണ് 5 ദിവസം കൊണ്ടുള്ള ആ ഒരു സ്റ്റോക്കിൽ വരുന്ന ചേഞ്ചസ് മനസ്സിലാവും അല്ലേ. അതുകൊണ്ട് എന്താണ് നമുക്ക് ഇൻവെസ്റ്റിംഗ് ഡിസിഷൻസ് എടുക്കണോ വേണ്ടോ നമുക്ക് മനസ്സിലാവും. സോ ഇതിനാണെന്ന് പറഞ്ഞത് ഗ്രാഫിക്കൽ ഡേറ്റ. നമ്മൾ പടം യൂസ് ചെയ്ത്, നമ്മൾ നമ്പേഴ്സും ഇല്ല, നമ്മൾ എന്താണ് കൂടുതലും ഇല്ല, ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വലിയ കുഴപ്പമില്ലാതെ കൂടിയും കുറഞ്ഞും പോകുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു ഓവറോൾ ഐഡിയ ഫോം ചെയ്യാൻ പറ്റണം. അതാണ് എന്ത് നമ്മുടെ ഗ്രാഫിക്കൽ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എന്താണ് നമ്മുടെ 8.1 എന്ന് പറഞ്ഞ മൊഡ്യൂൾ നമ്മുടെ തീർന്നു. നേച്ചർ, പ്രോപ്പർട്ടീസ്, സ്കോപ്പ് അല്ലേ. സോ നമ്മൾ ഡേറ്റ, ഇൻഫർമേഷൻ, നോളജ് പഠിച്ചു. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ടൈപ്സ് ഓഫ് ഡേറ്റ പഠിച്ചു അല്ലേ, നേച്ചർ ഓഫ് ഡേറ്റ പഠിച്ചു, ന്യൂമറിക്കൽ ഡേറ്റ, ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ ആൻഡ് ഗ്രാഫിക്കൽ ഡേറ്റ. ഓക്കെ, സോ നമ്മുടെ ആ ഒരു മൊഡ്യൂൾ കഴിഞ്ഞു. അടുത്തത് ടൈപ്സ് ഓഫ് ഡേറ്റ ഇൻ ഫൈനാൻസ് ആൻഡ് കോസ്റ്റിംഗ് 8.2. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം. നമ്മളുടെ ഡേറ്റയ്ക്ക് ഫൈനാൻസിലും കോസ്റ്റിങ്ങിലും പണ്ട് മുതലേ പ്രാധാന്യമുണ്ട്. ആൻഡ് ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് ഇതിൽ വരുന്നത് നോക്കാം. 2 ടൈപ്സ് ഓഫ് ഡേറ്റ ആണ് ഇതിൽ വരുന്നത്. നോക്കിക്കേ, ക്വാണ്ടിറ്റേറ്റീവ് ഫൈനാൻഷ്യൽ ഡേറ്റ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഫൈനാൻഷ്യൽ ഡേറ്റ. ക്വാണ്ടിറ്റേറ്റീവ് എന്താണ്? ക്വാണ്ടിറ്റി അല്ലേ. ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ദ ടേം ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ വി മീൻ ദ ഡേറ്റ എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ്, ന്യൂമറിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഡേറ്റ. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ട്രേഡിംഗ്, P&L, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ, പിന്നെ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെന്റ്സ് അല്ലേ. സോ ഇതെല്ലാം എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. അവിടെ എന്താണ് നമ്പേഴ്സ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആണെങ്കിലോ നോക്കിക്കേ, however some data in financial study may appear in qualitative format. എക്സാമ്പിൾ ടെക്സ്റ്റ്, വീഡിയോ, ഓഡിയോ എക്സെട്ര. അതിനുള്ള ക്ലാസിക് എക്സാമ്പിൾ നമ്മുടെ ആനുവൽ റിപ്പോർട്ട്, നമ്മുടെ കമ്പനികളുടെ ആനുവൽ റിപ്പോർട്ട് അല്ലേ. സോ അതിനകത്ത് എന്താണ് അവിടെ വെറുതെ എന്താണ് ട്രേഡിംഗ് P&L ബാലൻസ് ഷീറ്റ് മാത്രമല്ല കാണിക്കുന്നത്, ഇതിന് ഇന്റർപ്രിട്ടേഷനും ഉണ്ട്, ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഉണ്ട് അല്ലേ, ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാവും അല്ലേ, ബോർഡ് റിപ്പോർട്ട് കാണും, സെക്രട്ടേറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് കാണും അല്ലെ. ഇതെല്ലാം കൂടെ എന്താണ് കമ്പൈൻ ചെയ്ത് ഒരു റിപ്പോർട്ടായിട്ട് പ്രസന്റ് ചെയ്യുമ്പോഴാണ് എന്ത് ആനുവൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലേ. സോ അതിനകത്ത് എന്താണ് കുറച്ചുകൂടി മീനിങ് ഫുൾ ആയ ഡേറ്റ ഉണ്ട്. സോ എന്താണ് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഫോർമാറ്റ് ഉള്ള കാര്യങ്ങൾ. ദീസ് ടൈപ്പ് ഓഫ് ഡേറ്റ മേ ബി വെരി യൂസ്ഫുൾ ഫോർ ഫൈനാൻഷ്യൽ അനാലിസിസ്. ഫോർ എക്സാമ്പിൾ ദ മാനേജ്മെന്റ് ഡിസ്കഷൻ അനാലിസിസ്. പിന്നെ എന്താണ് നോക്കിക്കേ, അത് ടെക്സ്റ്റ് ഫോർമാറ്റിലായിരിക്കും അല്ലേ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ദ ഇൻഫർമേഷൻ ഈസ് യൂസ്ഫുൾ ഫോർ ഗെറ്റിംഗ് ആൻ ഇൻസൈറ്റ് ഇൻ ടു ദ പെർഫോമൻസ് ഓഫ് ദ ബിസിനസ്. നമ്മൾ ഈ ചുമ്മാ ട്രേഡിംഗ് P&L ബാലൻസ് ഷീറ്റ് കാണുമ്പോൾ ഒരു കമ്പനി കൊള്ളാവോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. നേരെ മറിച്ച് നമ്മൾ അതിന്റെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ പാസ്റ്റ് ഇയേഴ്സുമായിട്ടുള്ള കമ്പനിയുടെ പാസ്റ്റ് ഇയർ പെർഫോമൻസുമായിട്ടുള്ള ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ എന്താണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യങ്ങൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ അവിടെ നൗ ഇറ്റ് മേക്ക് സെൻസ് അല്ലേ, കുറച്ചുകൂടെ എന്താണ് ഒരു വ്യക്തത വരും കാര്യങ്ങൾക്ക്. വെറുതെ ട്രേഡിംഗ് P&L കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവോ? ഇല്ല. ഷെയർ ഹോൾഡേഴ്സിന് എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നവരാണോ? അല്ല. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയ്ക്ക് കുറച്ചുകൂടി എന്താണ് കോണ്ടെക്സ്റ്റ് കൂടി വന്നു കഴിഞ്ഞാൽ അത് ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആയി. സോ ഇതാണ് എന്ത് ടൈപ്സ് ഓഫ് ഡേറ്റ യൂസ്ഡ് ഇൻ ഫൈനാൻസ് ആൻഡ് കോസ്റ്റിംഗ്. ഇത് രണ്ടും നോക്കി വെക്കുക. ആൻഡ് അടുത്തത് നമ്മുടെ ഡേറ്റയുടെ തന്നെ ടൈപ്സ് ആണ്. ഡേറ്റ മേ ബി ക്ലാസിഫൈഡ് ആസ് നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ ആൻഡ് റേഷ്യോ. ഇതാണ് എന്ത് നമ്മുടെ
4 ടൈപ്സ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇതിലും കാര്യമായിട്ട് എന്താണ് ഒന്നുമില്ല, ജസ്റ്റ് ഡെഫിനേഷൻസ് നോക്കി പോവാ, എന്താണെന്ന് ആ ഒരു മീനിങ് മാത്രം നോക്കിയാൽ നമുക്ക് അല്ലാണ്ട് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് സ്റ്റഡി ഒന്നും ഇല്ല. ഓക്കെ, നമുക്ക് നോക്കാം. നോമിനൽ സ്കെയിൽ. നോമിനൽ സ്കെയിൽ ഈസ് ബീയിങ് യൂസ്ഡ് ഫോർ കാറ്റഗറൈസിങ് ഡാറ്റ. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതായി നോക്കാം. അണ്ടർ ദി സ്കെയിൽ ഒബ്സർവേഷൻസ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ്. കാറ്റഗറി ലേബൽസ് മേ കണ്ടെയ്ൻ നമ്പേഴ്സ് ബട്ട് ഹാവ് നോ ന്യൂമറിക്കൽ വാല്യൂ. അതുങ്ങളുടെ കാറ്റഗറി നെയിംസിൽ എന്താണ് ഒരു ന്യൂമറിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് കാണും, പക്ഷെ അതിനൊരു ഡെഫിനിറ്റ് വാല്യൂ കാണത്തില്ല. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, നമ്മൾ ഷെയർസിനെ സ്മോൾ ക്യാപ്, മിഡ് ക്യാപ്, ലാർജ് ക്യാപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? സ്മോൾ, മിഡ്, ലാർജ്. പക്ഷെ എത്ര തൊട്ട് എത്ര വരെ സ്മോൾ, എത്ര തൊട്ട് എത്ര വരെ മിഡ്, എത്ര വരെ ലാർജ് എന്ന് എന്താണ് ആ നെയിമിൽ സ്പെസിഫൈ ചെയ്യുന്നില്ല അല്ലേ? സോ എന്താണ് അതുപോലെ നോക്കിക്കേ, ക്ലാസിഫൈങ് ആസ് ഇക്വിറ്റി ഫണ്ട്, ഡെറ്റ് ഫണ്ട്, ബാലൻസ്ഡ് ഫണ്ട് എക്സെട്ര, ഇങ്ങനെയൊക്കെ പറയുന്ന പേരെന്ത്? നോമിനൽ സ്കെയിൽ. അപ്പൊ എന്താണ് ഓർഡിനൽ സ്കെയിൽ? നോക്കിക്കേ, the numbers just indicate an order. They do not specify how much better or worse a stock is at a specific price compared to one with a lower price. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ടോപ്പ് 10 സ്റ്റോക്സ് ബൈ പി ഇ റേഷ്യോ. നമ്മൾ പി ഇ റേഷ്യോ വെച്ചിട്ട് എന്താണ് നമ്മളൊരു ഓക്കെ കൊള്ളാവുന്ന പി ഇ റേഷ്യോ ഉള്ള ഒരു 10 ഷെയർസ് നമ്മൾ എടുത്തു, 10 കമ്പനിയുടെ ഷെയർസ് നമ്മൾ എടുത്തു വെച്ചേക്കാം. പക്ഷെ ഇതിൽ ഏതാണ് ബെസ്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. സോ അതിന് പറഞ്ഞ പേരാണെന്ത്? ഓർഡിനൽ സ്കെയിൽ. ഇന്റർവൽ സ്കെയിൽ എന്താണ്? നോക്കിക്കേ, റാങ്കിങ് യൂസിങ് ആൻ ഈക്വൽ ഇന്റർവൽ സ്കെയിൽ. ഈക്വൽ ഇന്റർവൽ സെപ്പറേറ്റ് നെയ്ബറിംഗ് സ്കെയിൽ വാല്യൂസ്. അതിൽ പറയുന്നത് ടെമ്പറേച്ചർ, സെൽഷ്യസ് ഇതിനെ പറ്റിയാണ്. ഓക്കെ, ടെമ്പറേച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇന്റർവൽ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. നോട്ട് റെലവൻറ്റ്. ഈ ഒരു മാർക്ക് ചെയ്ത് മാത്രം പഠിക്കുക. റേഷ്യോ സ്കെയിൽ, ഇതിന്റെ എല്ലാം കൂടെ ആപ്ലിക്കേഷൻ വരുന്നതിന്റെ പേരാണെന്ത്? റേഷ്യോ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ possesses all characteristics of the nominal, ordinal and interval scales. The acquired data cannot only be classified and rated on a ratio scale but also have equal intervals. A ratio scale has a true zero, meaning the zero has a significant value. ഇവിടെ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്പെസിഫിക് വാല്യൂ ഉണ്ട്. ഇന്റർവൽ സ്കെയിൽ സീറോയ്ക്ക് ഒരു സ്പെസിഫിക് വാല്യൂ കാണത്തില്ല, അതിനൊരു സ്പെസിഫിക് ആയിട്ടൊരു പ്രാധാന്യം കാണത്തില്ല. ഇപ്പം നമ്മുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സ്കെയില് ലെങ്ത് മെഷർ ചെയ്യുക, അവിടെ സീറോ എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥം ഉണ്ടല്ലേ? സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒന്നുമില്ല, ഒന്നും നീങ്ങിയിട്ടില്ല. 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഇടയ്ക്ക് ഒരു എന്താണ് 0.1 മില്ലിമീറ്ററിന്റെ എന്താണ് 1 മില്ലിമീറ്ററിന്റെ എന്താണ് ഡിഫറൻസ് ഉണ്ട് അല്ലെ? ഓരോന്നും തമ്മിൽ 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ അല്ലെ? അപ്പൊ എന്താണ് ഈക്വൽ ഇന്റർവെല്ലിലാണ് ഓരോ സെന്റിമീറ്റേഴ്സും പ്ലേസ്ഡ് ആയേക്കുന്നത്. 1, 2, 3 അങ്ങനെ ഒരു ഇതുണ്ട് അല്ലെ? സോ എന്താണ് ഇതിന് പറയുന്ന പേരാണെന്ത്? റേഷ്യോ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എന്താണ് നമ്മുടെ റേഷ്യോ സ്കെയിൽ യൂസ് ചെയ്യുന്നത്? സെയിൽസ്, പ്രൈസിങ്, മാർക്കറ്റ് ഷെയർസ്, ക്ലൈന്റ് കൗണ്ട് അല്ലെ? നമുക്ക് ക്ലയൻസിന്റെ ഒക്കെ ഡേറ്റാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഏജ് വൈസ് ക്ലയൻസിന്റെ ഡേറ്റ അല്ലെ? 25 to 30 ഇടയ്ക്കുള്ള ക്ലയൻസ്, 30 to 40 ഇടയ്ക്കുള്ള ക്ലയൻസ്, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്താണ് ക്ലയൻസിനെ ഇത് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് പ്രൈസിങ് അല്ലെ? നമ്മുടെ പ്രൈസ് റേഞ്ച് നമുക്ക് എന്താണ് 100 to 120 ഇടയ്ക്ക് അല്ലെ? അങ്ങനെയൊക്കെ എന്താണ് നമുക്ക് പ്രൈസ് വെച്ചിട്ട് എന്താണ് നമുക്ക് ഡേറ്റ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷെയർസിനെ തന്നെ എന്താണ് നമുക്ക് എന്താണ് നമുക്ക് ഈ പറയുന്ന പോലെ ഓക്കെ 1000-നും 1500-നും ഇടയ്ക്ക് പ്രൈസ് വരുന്ന ഷെയർസ് അല്ലെങ്കിൽ എന്താണ് 2000-നും മുകളിൽ പോകുന്ന ഷെയർ പ്രൈസ് അല്ലെ? അങ്ങനെ നമ്മൾ എന്താണ് ഓരോ ഇന്റർവെല്ലൊക്കെ വെച്ചിട്ട് എന്താണ് നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്? റേഷ്യോ സ്കെയിൽ. ഓക്കെ, സോ എന്താണ് നമ്മുടെ ആ മൊഡ്യൂളും കഴിഞ്ഞു, 8.2 കഴിഞ്ഞു. 8.3 ഡിജിറ്റൈസേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. എന്താ ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ആക്കുക അല്ലെ? നോക്കിക്കേ, implies the process of converting the data and information from analog to digital format. ഇതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ നോട്ട്സ് ഞാൻ പഠിക്കുന്ന നോട്ട്സ് ഞാൻ എപ്പോഴും എനിക്ക് ബുക്ക് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല, എനിക്ക് പാടാം. അപ്പം ഞാൻ എന്താണ് ഞാൻ റാൻഡമായിട്ടുള്ള തിരിക്കുവാണെങ്കിൽ എനിക്ക് അന്നേരം പഠിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് വായിക്കാൻ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ നോട്ട്സിന് ഞാൻ PDF ആക്കും അല്ലേ? ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ അഡോബി സ്കാനോ അല്ലെങ്കിൽ ക്യാം സ്കാനറോ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഞാൻ ഇതിനെ സ്കാൻ ചെയ്ത് PDF ആക്കിയിട്ട് എന്ത് ചെയ്യും? ഞാൻ അതിനെ എൻ്റെ ഫോണിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലോ സേവ് ചെയ്തിടും അല്ലേ? സോ ഈ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്തിട്ടുള്ള ഗുണം എന്താ? എനിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം അല്ലേ? സോ എന്താണ് ബുക്കായിട്ടുള്ള ഹാർഡ് കോപ്പി ആയിട്ടുണ്ടായിരുന്ന ഒരു സാധനത്തിന് ഞാൻ എന്ത് ചെയ്തു? ഡിജിറ്റൽ ആക്കി, സോഫ്റ്റ് കോപ്പി ആക്കി അല്ലെ? അതിന് പറയുന്ന പേരാണ് എന്ത്? ഡിജിറ്റൈസേഷൻ ഓഫ് ഡേറ്റ.
നോക്കിക്കേ, ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ഫ്രം അനലോഗ് ടു ഡിജിറ്റൽ ഫോർമാറ്റ്. Data in the original form may be stored in as an object, a document, or an image. The objective of digitization is to create digital surrogate of the data and information in the form of binary numbers that facilitate processing using computers. ഇതിനെ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്ത് എന്താണ് പ്രോസസ്സിംഗ് പറ്റണം. അതിന് എന്താണ് ഇനേബിൾ ചെയ്യുന്നത് എന്താണ് ഡിജിറ്റൈസേഷനാണ്. സോ അനലോഗിനെ ഡിജിറ്റലായിട്ട് മാറ്റുക. എന്താണ് അതിനൊരു എക്സാമ്പിൾ നമുക്ക് വേണേൽ പറയാൻ പറ്റും. നമ്മുടെ ആധാർ കാർഡ് അല്ലെ, എന്താണ് നമ്മുടെ ബയോമെട്രിക്സ് അല്ലെ, നമ്മുടെ കണ്ണ്, നമ്മുടെ ഫിംഗർ പ്രിന്റ് അല്ലെ, ഈ വക ഡേറ്റ, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ പേരൻസിന്റെ നെയിം, നമ്മുടെ മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട്, പാൻ നമ്പർ അല്ലെ, ഇന്ന് കാലത്ത് ആധാറുമായിട്ട് ബന്ധിപ്പിക്കാത്തതായിട്ട് ഒന്നും കാണത്തില്ല അല്ലെ. സോ എന്താണ് അതൊക്കെയാണ് ഡിജിറ്റൈസേഷൻ ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ വേറൊരെണ്ണമുണ്ട്. നമ്മൾ റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ എന്താ, പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷൻ കാർഡ് നോക്കിയിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുമായിരുന്നു അല്ലെ. ഇപ്പൊ എന്താണ്, ഇപ്പൊ നമ്മൾ എന്താണ് ഫാമിലിയിലുള്ള ആരുടെയെങ്കിലും എന്താണ് ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്ത് ആ ആള് തന്നെയാണെന്ന് വെരിഫൈ ചെയ്ത് ഒതന്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ കിട്ടത്തുള്ളൂ അല്ലേ. ഏറ്റവും വലിയൊരു എക്സാമ്പിളാ. സോ ഇതെല്ലാം എന്താണ് ഡിജിറ്റൈസേഷന്റെ ഭാഗമാണ്. അതുപോലെ പണ്ടൊക്കെ ആണെങ്കിൽ എന്താണ് കമ്പനിയിലോട്ടൊക്കെ എൻട്രി അല്ലെ, അതാണെങ്കിൽ ഒരു സെക്യൂരിറ്റിക്കാരൻ അവിടെ നിൽക്കും. എന്നിട്ട് എന്താണ് ഇങ്ങനെ കാണിക്കും, ID കാർഡ് കാണിക്കാൻ പറയും, ID എടുത്ത് നോക്കും, ആളെ കണ്ടോ, ഓക്കെ, കയറ്റി വിടും അല്ലെ. ഇപ്പൊ എങ്ങനെ, ഇപ്പൊ അതുമല്ല, ഇപ്പൊ ഒന്നുമില്ല, പഞ്ചിങ് സിസ്റ്റം ആണ്. കാർഡ് കൊണ്ടുവന്നിട്ട് എന്താണ് നമ്മൾ സ്കാനറിൽ വെച്ചാൽ മതി അല്ലെ. നിങ്ങൾ കൊച്ചി മെട്രോയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളവിടെ മെട്രോ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് എന്താണ് ആ QR കോഡ് കൊണ്ട് നമ്മൾ ആ സ്കാനറിൽ വെക്കണം അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിന് പകരം ഒരു വ്യക്തി അവിടെ ഇരുത്തിയിട്ട് ഇതുപോലെ ടിക്കറ്റ് നോക്കാൻ വെക്കുവാണെങ്കിൽ എത്ര ടൈമും എഫേർട്ടും ആയിരിക്കും പോകുന്നത് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തോരം എഫേർട്ട് വേണ്ടി വരും. നേരെ മറിച്ച് എന്താണ് ഡിജിറ്റലാണ്, ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. സോ ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്, ഡിജിറ്റൈസേഷൻ ഓഫ് ഡാറ്റ. ഓക്കെ, സോ എന്താണ് അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ആധാർ. ഇപ്പോൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. നമുക്ക് ബാക്കി നോക്കാം. വൈ വി ഡിജിറ്റൈസ്, എന്തിനാണ് നമ്മൾ ഡിജിറ്റൈസ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. എന്താണ് പറ്റുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഇംപ്രൂവ്സ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഇൻഡെക്സിംഗ് ഫോർ ഡോക്യുമെന്റ്സ്. ദിസ് ഹെൽപ്സ് ഇൻ ദ റിട്രീവൽ ഓഫ് റെക്കോർഡ്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു ഗവൺമെന്റ് ഓഫീസിൽ പോയി അല്ലെ, ഒരു വില്ലേജ് ഓഫീസിൽ പോയി, അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു മുനിസിപ്പാലിറ്റി പോയി. നമ്മൾ ഇവിടൊക്കെ എന്താണ് കാണുന്നത്, കെട്ട് കണക്കിന് ഫയലുകൾ ഇങ്ങനെ എന്താണ് അടുക്കി വെച്ചേക്കുക അല്ലേ. നമ്മുടെ ഒരു വീടിന്റെ ഒരു കാര്യം എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് വസ്തുവിനെ സംബന്ധിച്ച് ഒരു ഡോക്യുമെന്റ് എടുക്കണം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നിന്ന് പോയിട്ട് റെക്കോർഡ് റൂമിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പൊടി പിടിച്ച ഒരു ഫയൽ എടുത്ത് അത് മറിച്ച് നോക്കി, ഇതിനകത്തില്ല, വേറെ ഫയൽ എടുത്തു, ഇതിനകത്തില്ല, ഇങ്ങനൊക്കെ നോക്കുന്ന വലിയ പാടല്ലേ. നേരെ മറിച്ച് നേരെ ഇതെല്ലാം ഡിജിറ്റലാണെന്ന് വിചാരിക്കാം. അങ്ങോട്ടേക്ക് ചെന്നു, സാറേ ആ നമ്പർ ഒന്ന് പറഞ്ഞേ, ടക്ക് ടക്ക് അടിച്ചു നോക്കി, അതെ ഇന്നാ പിടിച്ചോ, പ്രിന്റ് എടുത്തു കൊടുത്തു അല്ലെ, പരിപാടി കഴിഞ്ഞു. സോ എന്താണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ, ഇൻഡെക്സിങ് ആൻഡ് ഡേറ്റ എടുക്കാനും നമുക്ക് എളുപ്പമാണ്, റെക്കോർഡ്സ് എടുക്കാനും എളുപ്പമാണ്. അതൊരു കാരണം. അടുത്ത, ഡിജിറ്റൈസ്ഡ് റെക്കോർഡ്സ് മേ ബി ആക്സസ്ഡ് ബൈ മോർ ദാൻ വൺ പേഴ്സൺ സൈമിൾട്ടേനിയസ്ലി. ഒരാൾക്ക് മാത്രമല്ല, നമുക്ക് ഷെയറിങ് പറ്റും അല്ലേ. ഇപ്പം എന്താണ് ഡേറ്റ ഡിജിറ്റൽ ആണെങ്കിൽ കുറച്ചുകൂടി എന്താണ് സർക്കുലേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പൊ ഫയലൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു ഫയൽ അത് എന്താണ് ഒരാളുടെ അടുത്തുനിന്ന് അടുത്ത ആളായി വന്നു, അവിടെ നിന്ന് അടുത്ത ആളായി പോയി. സോ എന്താണ് കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ്. ഇതാണെങ്കിൽ എന്താണ് ടക്ക് ടക്ക് മെയിൽ അയച്ചു, അല്ലെങ്കിൽ എന്താണ് ഗൂഗിൾ ഡ്രൈവിൽ എടുത്ത് ഷെയർ ചെയ്തു അല്ലേ, ക്ലൗഡിൽ ഷെയർ ചെയ്തു, പരിപാടി കഴിഞ്ഞു അല്ലേ. നമ്മളൊരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് നമ്മൾ എന്താണ് ബ്രോഡ്കാസ്റ്റിൽ ഇടുന്ന പോലെ അല്ലേ, എളുപ്പമല്ലേ എന്ന് പറയുന്ന പോലെ. അടുത്തത്, ഇറ്റ് ബിക്കംസ് ഈസിയർ ടു റീയൂസ് ദ ഡേറ്റ വിച്ച് ആർ ഡിഫിക്കൽട്ട് ടു റീയൂസ് ഇൻ പ്രസന്റ് ഫോർമാറ്റ്. അതായത് ഇപ്പൊ എന്താണ് നോക്കിക്കേ, മാപ്പ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മൈക്രോഫിലിം, നമ്മുടെ എക്സ്റേസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയത്തില്ല, നിങ്ങൾ എക്സ്റേ ഒക്കെ എടുക്കുവാണെങ്കിൽ അതിന് നമുക്ക് ഇമേജ് ഒന്നും നമുക്ക് കിട്ടത്തില്ലായിരുന്നു, അത് ഡയറക്റ്റ് എന്താണ് പ്രിന്റ് എടുത്ത് അങ്ങ് തരുമായിരുന്നു അല്ലേ. ഇപ്പൊ അങ്ങനെയല്ല, ഈ എക്സ്റേ MRIയുടെ ഒക്കെ എന്താണ് ഡിജിറ്റൽ കോപ്പീസ് അവർ മെയിൻറ്റെയിൻ ചെയ്യും. സോ എന്താണ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. പണ്ട് നമ്മൾ ഒരിക്കൽ പ്രിന്റ് എടുത്ത എക്സ്റേ ഒക്കെ എന്താണ് നശിച്ചു പോയി അല്ലെങ്കിൽ കേടായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ലാബിൽ ചെന്നിട്ട് എനിക്ക് ഒന്നുകൂടെ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തരാൻ പറ്റുമോ, പറ്റത്തില്ല. അവർക്ക് എന്താണ് അത് പാടായിരുന്നു, അവരത് സ്റ്റോർ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ് ഇമേജ് സ്റ്റോർഡാ അല്ലേ, എത്ര വേണമെങ്കിലും പ്രിന്റ് എടുത്താൽ മതി. സോ എന്താണ് അത് ഈസിയാണ്. ഹെൽപ്സ് ഇൻ എന്താണ്
വർക്ക് പ്രോസസ്സിംഗ്, നമ്മുടെ കാര്യങ്ങൾ വർക്കിൽ എന്താണ് പ്രോസസ്സിങ്ങിന് എളുപ്പമായിരിക്കും. ഹയർ ഇന്റഗ്രേഷൻ വിത്ത് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റംസ്, നമ്മുടെ ബിസിനസ്സിലെ പല കാര്യങ്ങളുമായിട്ട് ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ബിസിനസ് എളുപ്പമാക്കാൻ പറ്റും. ഈസിയർ ടു കീപ് ബാക്കപ്പ് ഫയൽസ് ആൻഡ് റിട്രീവൽ ഡ്യൂറിങ് എനി അൺഎക്സ്പെക്ടഡ് ഡിസാസ്റ്റർ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാൻ ഈ പറഞ്ഞ പോലെ റെക്കോർഡ് റൂമിന് തീ പിടിച്ചു. ആ പിറ്റേ ദിവസം എന്താണ് നമ്മുടെ വസ്തുവിന്റെ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി. അയ്യോ സാറേ തീ പിടിച്ചു പോയി, എന്തോ ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. നേരെ മറിച്ച് എന്താണ്, കമ്പ്യൂട്ടറില്ല, കുഴപ്പമില്ല, ബാക്കപ്പും ഉണ്ട് അല്ലേ, ക്ലൗഡിൽ ബാക്കപ്പ് ഉണ്ട്. ഇപ്പൊ ബാക്കപ്പ് എന്താണ്, റിട്രീവ് ചെയ്യുന്നു, അതിൽ നിന്ന് എന്താണ് നമ്മൾ ഡാറ്റ എടുക്കുന്നു, എല്ലാം പഴയതുപോലെ തന്നെ, വലിയ പ്രശ്നമില്ല, ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യത്തില്ല അല്ലേ. അടുത്തത്, ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ത്രൂ നെറ്റ്വർക്ക് സിസ്റ്റംസ്. അതെന്നാ പറയുന്നത്, നിങ്ങൾ ഈ വർക്ക് ഫ്രം ഹോം എന്നൊരു കൾച്ചർ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. എന്താണ്, നമ്മുടെ കോവിഡ് വന്ന സമയത്ത് ആരും ഓഫീസിൽ പോകാതെ തന്നെ അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു സിസ്റ്റം ഉണ്ടാക്കി അല്ലേ. അവിടെ എന്താണ്, ഒരേ ഡേറ്റ തന്നെ എന്താണ് എല്ലാവർക്കും അവിടെ നിന്ന് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. എന്താണ്, മൾട്ടിപ്പിൾ ലൊക്കേഷൻസ്, അങ്ങനെ ഓഫീസിൽ വരണമെന്നില്ല, ഇന്ന സ്ഥലത്ത് എത്തിയാലേ ഡേറ്റ കിട്ടുമെന്നില്ല, എവിടുന്ന് വേണമെങ്കിലും ഇന്റർനെറ്റ് ത്രൂ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അതൊരു ഡിജിറ്റൈസ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജാണ്. ഇൻക്രീസ്ഡ് സ്കോപ്പ് ഫോർ റൈസ് ഇൻ ഓർഗനൈസേഷണൽ പ്രൊഡക്ടിവിറ്റി ഞാനീ പറഞ്ഞു അല്ലേ. ഒരാളുടെ ഒരു ഫയൽ കൊടുത്ത് വിട്ടു അല്ലേ, ആ ആള് ആദ്യത്തെ ഫ്ലോറിൽ നിന്ന് രണ്ടാമത്തെ ഫ്ലോറിലേക്ക് സ്റ്റെപ്പും കയറി ചെന്ന് എന്താണ് ഈ ഫയൽ ഒരാളിലേക്ക് കൊടുത്തു, അയാളെ കൊണ്ട് നോക്കിച്ചു, അയാളുടെ അടുത്തു നിന്ന് അടുത്ത ആളിലേക്ക് കൊണ്ടുപോയി, അടുത്ത ഫ്ലോറിലോട്ട് പോയി. എന്തോരം സമയമാണ് പോകുന്നത്, എന്തോരം എന്താണ് അല്ലേ. നേരെ മറിച്ച് എന്താണ്, ഇത് ഡിജിറ്റൽ ആണെങ്കിൽ എന്താണ് അത്ര സമയം പോകത്തില്ല, ആ ആൾക്ക് വേറെ പണി കൊടുക്കാനും പറ്റും, ഈ ഫയൽ കൊണ്ട് നടക്കുന്ന ആൾക്ക് എന്താണ് വേറെ പണി അലോട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ എന്താണ് പറ്റുന്നത്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. റിക്വയർസ് ലെസ് ഫിസിക്കൽ സ്റ്റോറേജ് സ്പേസ്, നമ്മുടെ റെക്കോർഡ് റൂം തന്നെ ഓർക്കുക, ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ നമ്മുടെ ഈ ഗവൺമെന്റ് ഓഫീസുകളൊക്കെ ഉള്ള റെക്കോർഡ് റൂം അല്ലേ. ഈ ഫയലുകൾ അട്ടിയടക്കി വെച്ചേക്കുക, ഒരു പോയിന്റ് കഴിയുമ്പോൾ ഒരു റൂമിന് വരെ ഒരു റൂം ഫില്ലായി കഴിയുമ്പോൾ എന്താണ് നമുക്ക് അടുത്ത റൂം വേണ്ടി വരും അല്ലേ. ഇപ്പൊ എന്താണ് ഫിസിക്കൽ സ്റ്റോറേജ് അല്ലേ, നമുക്ക് എന്താണ് നമുക്ക് ദേഷ്യം വരും ഇതെല്ലാം കൂടെ എന്താണ്. മറ്റേതാണെങ്കിലോ സ്റ്റോറേജിന്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. അല്ലേ, വേണ്ട വിധത്തിൽ എന്താണ് ഒരു സെർവർ ഉണ്ടായാൽ മാത്രം മതി, സ്റ്റോറേജ് എന്താണ് ഇഷ്ടം പോലെ കിട്ടും അല്ലേ. സോ എന്താണ്, റിക്വയർസ് ലെസ് ഫിസിക്കൽ സ്റ്റോറേജ്. സോ അത്രേ ഉള്ളൂ എന്ത്, നമ്മൾ എന്തിനാണ് ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള റീസൺസ് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത്, ഹൗ ഡു വി ഡിജിറ്റൈസ്, നമ്മൾ ഇത്രയും നേരം എന്താണ് എന്തിന് ഡിജിറ്റൈസ് ചെയ്യുന്നു പറഞ്ഞു, ഇനി എങ്ങനെ ഡിജിറ്റൈസ് ചെയ്യുന്നു നമുക്ക് നോക്കാം. എങ്ങനെ ഡിജിറ്റൈസ് ചെയ്യും നോക്കിക്കേ, ഇതൊരു 6 ഫേസ് പ്രോസസ്. ദ എൻറ്റയർ പ്രോസസ് ഓഫ് ഡിജിറ്റൈസേഷൻ മേ ബി സെഗ്രിഗേറ്റഡ് ഇൻടു 6 ഫേസസ്. നമുക്ക് നോക്കാം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ, നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ, ജസ്റ്റിഫിക്കേഷൻ ഓഫ് ദ പ്രൊപ്പോസ്ഡ് ഡിജിറ്റൈസേഷൻ പ്രോജക്റ്റ് അല്ലേ. നോക്കിക്കേ, അറ്റ് ദ വെരി ഇനിഷ്യേഷൻ ഓഫ് ദ ഡിജിറ്റൈസേഷൻ പ്രോജക്റ്റ് ദ അക്രൂവൽ ബെനിഫിറ്റ്സ് ഓഫ് ദ പ്രോജക്റ്റ് നീഡ് ടു ബി ഐഡന്റിഫൈഡ്. നമ്മൾ ഒരു സാധനം ഡിജിറ്റൽ ആക്കുന്നതിന് മുന്നേ, ഡിജിറ്റൈസ് ചെയ്യുന്നതിന് മുന്നേ അതിന്റെ ബെനിഫിറ്റ് ഐഡന്റിഫൈ ചെയ്യണം. ബെനിഫിറ്റ് മാത്രം ഐഡന്റിഫൈ ചെയ്താൽ പോരാ, ഇതിനുണ്ടാകുന്ന ചെലവ് ഐഡന്റിഫൈ ചെയ്യണം. ഈ അനാവശ്യമായ ഡേറ്റ എല്ലാം കൊണ്ട് എടുത്ത് ഡിജിറ്റൈസ് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും ഗുണം നമുക്ക് കിട്ടുമോ, നമ്മളത് അനലൈസ് ചെയ്യണം. ഇതാണ് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ എന്താണ് നോക്കിക്കേ, ദ എക്സ്പെക്റ്റഡ് വാല്യൂ ജനറേഷൻ ത്രൂ ഡിജിറ്റൈസേഷൻ ഷുഡ് ബി എക്സ്പ്രസ് ഇൻ ക്ലിയർ ടേംസ്. നമ്മളൊരു സാധനം ഡിജിറ്റൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വാല്യൂ അത് ക്ലിയർ ആയിരിക്കണം. ഇറ്റ് ഹാസ് ടു ബി ക്ലിയർ. ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ വെറുതെ എന്താണ് കുറെ സാധനം ഡിജിറ്റൈസ് ചെയ്ത് വെച്ചു, അതെന്താണ് അട്ടർ വേസ്റ്റ് ആയിപ്പോ അല്ലേ. കുറെ സമയവും പോയി, കുറെ എന്താണ് കാശും മുടക്കി, ഒരു ഗുണമില്ലാത്ത കാര്യങ്ങൾ ഡിജിറ്റൈസ് ചെയ്ത് വെക്കരുത്. സോ എന്താണ്, ഏത് ഡിജിറ്റൈസ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളെ എന്താ നമ്മൾ ഡിജിറ്റൈസ് ചെയ്യാവൂ. അതാണ് ഫേസ് 1. ഫേസ് 2, ഇൻ എനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾ റെക്കോർഡ്സ് ആർ നെവർ ഡിജിറ്റൈസ്ഡ്. എല്ലാം ഒന്നും നമ്മൾ ചെയ്യത്തില്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ. ദ ഡേറ്റ ദാറ്റ് റിക്വയർസ് ഡിജിറ്റൈസേഷൻ ഈസ് ടു ബി ഡിസൈഡഡ് ഓൺ ദ ബേസ് ഓഫ് കോണ്ടെന്റ് ആൻഡ് കോണ്ടെക്സ്റ്റ്. അതിലുള്ള ഉള്ളടക്കം, കോണ്ടെന്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ് എന്ത് നമ്മളതിനെ എന്താണ് വേണ്ടത് വേണ്ടാത്തത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യത്തുള്ളൂ. സം മേ ബി ഡിജിറ്റൈസ്ഡ് ഇൻ കൺസോളിഡേറ്റഡ് ഫോർമാറ്റ്, സം ഇൻ ഡീറ്റെയിൽഡ് ഫോർമാറ്റ്. ചിലത് എന്താണ് നമ്മളൊരു ഓവറോൾ ബേസിസിൽ എന്താണ് സ്പ്ലിറ്റപ്പ് എടുക്കുക. അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ എന്താണ്, നമ്മുടെ പഴയ പാസ്റ്റ് ഇയേഴ്സിലെ ഡെറ്റേഴ്സിന്റെ ലിസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഒരു 10 വർഷം മുമ്പിലത്തെ നമ്മുടെ ഡെറ്റേഴ്സിന്റെ ഡേറ്റയാണ്. ഓക്കെ, ഓരോരുത്തരുടെയും പേര് എഴുതി 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 വെച്ചിട്ട് എന്താണ് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇല്ല. നമ്മൾ എന്ത് ചെയ്യും, ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ചിലപ്പോൾ അതിൻ്റെ ഒരു ടോട്ടൽ വാല്യൂ അങ്ങ് എടുത്ത് വെക്കും
അല്ലേ? സോ എന്താണ് ഇപ്പോഴത്തെ അതിനൊരു കറണ്ട് റെലവൻസ് കാണത്തില്ല. ഇപ്പോഴത്തെ ഒരാളുടെ ആണെങ്കിലോ ഡെറ്റേഴ്സ് ആരൊക്കെയാണ്? ആളുടെ പേര് എമൗണ്ട് എന്താണ് ഡീറ്റെയിൽഡ് ഫോർമാറ്റ്. സോ എന്താണ് ചിലത് നമ്മൾ എന്താണ് കൺസോളിഡേറ്റഡ് എടുക്കും, ചിലത് നമ്മൾ എന്താണ് ഡീറ്റെയിൽഡ് എടുക്കും. സോ എന്താണ് നമ്മുടെ ആവശ്യകത അനുസരിച്ച് നമ്മൾ അതിനെ കണ്ടറിഞ്ഞ് നോക്കണം. ദ ഹ്യൂമൻ റിസോഴ്സ് റിക്വയർഡ് ഫോർ എക്സിക്യൂട്ടിംഗ് ദ ഡിജിറ്റൈസേഷൻ പ്രോജക്റ്റ് ഈസ് ഓൾസോ പ്ലാൻഡ്. എത്ര ആൾക്കാർ വേണം? ഇത് നമുക്ക് ചുമ്മാ ഡിജിറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? റോബോട്ടിന് വന്നിട്ട് എന്താണ് ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഡിജിറ്റൈസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അതിനും എന്താണ് ഇപ്പോഴും ഹ്യൂമൻ ഇന്റർവെൻഷൻസ് വേണം അല്ലെ? ആൾക്കാരുടെ സഹായം വേണം. ആൻഡ് എന്തിനാണ് ഡിജിറ്റൈസ് ചെയ്യുന്നത്? ഇപ്പൊ എന്താണ് നമുക്ക് എന്താണ് ഒരു ഡിസാസ്റ്ററിന് സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ഉരുൾ പൊട്ടുന്നത്, എപ്പോഴാണ് വെള്ളപ്പൊക്കം വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെ? സോ എന്താണ് ഡിജിറ്റൈസ് ചെയ്യാതെ പറ്റത്തില്ല. അതിന്റെ നെസസിറ്റി ആ ഒരു എന്താണ് റിസ്ക് അസസ്മെന്റ് എന്താണ് നമ്മൾ അനലൈസ് ചെയ്യണം. അതാണെന്ത് അസസ്മെന്റ് ഫേസ്. ആൻഡ് ഫേസ് 3 പ്ലാനിങ്. പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താ നോക്കിക്കേ. സക്സസ്ഫുൾ എക്സിക്യൂഷൻ ഓഫ് ദ ഡിജിറ്റൈസേഷൻ പ്രോജക്ട്സ് നീഡ് ടു ബി മെറ്റിക്കുലസ് പ്ലാനിങ്. പിന്നെന്താണ് there are several stages for planning. നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെ പറ്റിയുള്ളതാണ് പ്രോജക്ട് ഡോക്യുമെന്റേഷൻ, റിസോഴ്സ് മാനേജ്മെന്റ്, ടെക്നിക്കൽ പല കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്യണം. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പ്ലാൻ ചെയ്യണം. അതാണെന്ത് പ്ലാനിങ് ഫേസിൽ പറയുന്നത്. സോ കാര്യമായിട്ടൊന്നുമില്ല. ഫേസ് 4 ഡിജിറ്റൈസേഷൻ ആക്ടിവിറ്റീസ്. എന്താണ് ഈ ഒരു പ്രോസസ്സിന് വേണ്ടി വരുന്ന ആക്ടിവിറ്റീസ് നോക്കിക്കേ. വിസ്കോൺസിൻസ് ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി ഡെവലപ്ഡ് എ 6-phase പ്രോസസ്. അതായത് പ്ലാനിങ്, ക്യാപ്ചർ, പ്രൈമറി ക്വാളിറ്റി കൺട്രോൾ, എഡിറ്റിംഗ്, സെക്കൻഡറി ക്വാളിറ്റി കൺട്രോൾ, സ്റ്റോറേജ് ആൻഡ് മാനേജ്മെന്റ്. ഇതാണ് എന്ത് വിസ്കോസിൻസ് എന്താണ് സൊസൈറ്റി അല്ലെ അവർ ഡെവലപ്പ് ചെയ്ത ഒരു 6 phase. സോ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്ലാനിങ്. നമ്മൾ പ്ലാൻ ചെയ്യുക, എന്നിട്ട് എന്താണ് ഡേറ്റനെ ക്യാപ്ചർ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ അതിൽ നിന്ന് വേണ്ടത് ഏതാണ് വേണ്ടാത്ത ഏതാണെന്ന് നമ്മൾ വേർതിരിക്കുക, അതിനെ എഡിറ്റ് ചെയ്യുക, വീണ്ടും നമ്മൾ അതിനെ റിവ്യൂ ചെയ്യുക, ലാസ്റ്റ് എന്താണ് അതിനെ നമ്മൾ സ്റ്റോർ ചെയ്യുക ക്ലൗഡിൽ. ഇത്രേ ഉള്ളൂ. ഇതാണ് എന്ത് ഈ പറയുന്ന 6-phase ആക്ടിവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഇതിന്റെ ഒരു ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിക്കേ. ഡോക്യുമെന്റ് അല്ലേ, ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു ഫയല്, ആ ഫയലിൽ എന്ത് ചെയ്തു സ്കാൻ ചെയ്ത് PDF ആക്കി. PDF ആക്കിയതിന് ശേഷം എന്താ എഡിറ്റ് ചെയ്തു. എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചിലപ്പോൾ എന്താണ് അവിടെ ഇവിടെയൊക്കെ പേജിന് സൈസ് കയറി ഇറങ്ങിയെടുക്കുക, ക്രോപ്പ് ചെയ്യുക, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇറേസ് ചെയ്യുക, സേവ് ചെയ്യുക അല്ലെ? അതൊക്കെ എന്താണ് ചെയ്യുന്നത് എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതൊക്കെ ഇവിടെ വല്ലതും എന്താണ് എഡിറ്റിംഗ് റിലേറ്റഡ് കാര്യങ്ങളാണ് അല്ലെ? എഡിറ്റ് ചെയ്തതിന് ശേഷം എന്താണ് വീണ്ടും നമ്മൾ അനലൈസ് ചെയ്യുക, റിവ്യൂ ചെയ്യും, നോക്കും എന്താണ് ഓക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ പക്കയാണ്, ടെക്സ്റ്റ്, ഇമേജ്, ടേബിൾ എല്ലാം പക്കയാണ്, ഓക്കെ ആണെങ്കിൽ എന്താണ് നമ്മൾ OCR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡിങ്. നമ്മുടെ എന്താണ് ഒരു ഡോക്യുമെന്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ടെക്സ്റ്റിനെ നമ്മൾ എന്താണ് നമ്മുടെ ഡിജിറ്റൽ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ കൈ കൊണ്ട് എഴുതിയ ഒരു ടെക്സ്റ്റിനെ എന്താണ് ഡിജിറ്റൽ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്തോ OCR ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. then അതിനെ എന്ത് ചെയ്യും സേവ് ചെയ്യും, PDF ആയിട്ടോ ഡോക്യുമെന്റ് ആയിട്ടോ സേവ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെന്താണ് എന്ത് ചെയ്യും അതിനെ സ്റ്റോർ ചെയ്യും അല്ലേ? സോ ഇതാണെന്ത് നമ്മുടെ ഡിജിറ്റൈസേഷൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നിങ്ങൾ ഈ ഒരു പ്രോസസ് ഓർത്ത് വെച്ചാൽ തന്നെ എന്താ നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാൻ പറ്റും. ആൻഡ് phase 5 പ്രോസസ്സസ് ഇൻ ദ കെയർ ഓഫ് റെക്കോർഡ്സ്. ഡിജിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പെർമിഷൻ ഫോർ ആക്സസ് ഓഫ് ഡേറ്റ, ഇന്റലക്ച്വൽ കൺട്രോൾ, ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം. ഈ ഡേറ്റയ്ക്ക് ആർക്കൊക്കെ ആക്സസ് വേണം വേണ്ട എന്നുള്ളത് തീരുമാനിച്ച് അതിലൊരു കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യണം, അതിനെ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യണം. ആൻഡ് phase 6 ഇവാലുവേഷൻ. എന്താണ് ഒരിക്കൽ എന്താണ് അപ്ഡേറ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട് എന്താണ് നമ്മൾ അതിനെ എന്ത് ചെയ്യും നമ്മൾ അതിൽ എന്താണ് ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ അല്ലെങ്കിൽ ഇത് പക്കയായിട്ടാണോ പോകുന്നത്, ഇപ്പോഴും നമ്മുടെ ഡേറ്റ എന്താണ് സേഫ് ആയിട്ട് തന്നെയാണോ ഇരിക്കുന്നതൊക്കെ എന്ത് ചെയ്യും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്താ നമുക്ക് ഭാവിയിൽ നമുക്ക് അതുകൊണ്ട് എന്താണ് പല കാര്യങ്ങളും നമുക്കത് ഹെൽപ്ഫുൾ ആകും. സോ ദാറ്റ് ഈസ് മൊഡ്യൂൾ നമ്പർ 3 ഡിജിറ്റൈസേഷൻ ഓഫ് ഡാറ്റ അല്ലെ? നമ്മൾ 6 ഫേസുകളെ പറ്റിയാണ് ഇവിടെ മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ഡിജിറ്റൈസേഷന്റെ 6 ഫേസുകൾ. 4th one ട്രാൻസ്ഫർമേഷൻ ഓഫ് ഡാറ്റ ടു ഡിസിഷൻ റെലവൻറ്റ് ഇൻഫർമേഷൻ. അതന്നെ ഡിസിഷൻ റെലവൻറ്റ് ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ വെച്ചിട്ട് നമുക്ക് ബിസിനസ്സിൽ വേണ്ട വിധത്തിൽ തീരുമാനങ്ങൾ എടുക്കത്തക്ക രീതിയിൽ നമ്മളെ പ്രാപ്തരാക്കുന്ന ഇൻഫർമേഷൻ പറയുന്ന പേരാണ് എന്ത് ഡിസിഷൻ റെലവൻറ്റ് ഇൻഫർമേഷൻ. ഓക്കെ നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു ഹൈറാർക്കി കൊടുത്തിട്ടുണ്ട്.
ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംപ്ലി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മൂന്ന് ലെവൽ ഓഫ് ഹൈറാർക്കി ഇവിടെ പോകുന്നുണ്ട് അല്ലെ. ഡിസിഷൻ സപ്പോർട്ട്, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് പ്ലാനിങ്, പിന്നെ എന്താണ് നമ്മുടെ ഓപ്പറേഷൻ ലെവൽ. ഈ താഴത്തെ ലെവലിൽ എന്തോ നടക്കുന്നത്, ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഒരു സെയിൽ നടന്നു അല്ലെങ്കിൽ ഒരു പർച്ചേസ് നടന്നു അല്ലേ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെ ആയിരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കിതിനൊരു കുറച്ചുകൂടെ വലിയൊരു കമ്പനിയുടെ എക്സാമ്പിൾ വെച്ച് നോക്കാം അല്ലേ. നമ്മുടെ റിലയൻസിന്റെ സ്മാർട്ട്, ഓക്കെ, റിലയൻസ് സ്മാർട്ടിൽ എന്തൊക്കെയുള്ള കൺസ്യൂമബിൾസ് ആയിരിക്കും അല്ലേ. സോ ഇവിടൊക്കെ വരുമ്പോൾ എന്താണ്, റിലയൻസ് സേവ്, റിലയൻസ് ബൈ, ഇതിലൊക്കെ എന്താണ് വരുന്നത്, കൺസ്യൂമബിൾസാണ്. സോ ഇവിടെ എന്താണുള്ളത്, ഇവിടെ ഒരാൾ വന്ന് സാധനം വാങ്ങി. ഇവർക്ക് ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കേ. ഇതൊക്കെ ഷോപ്സ് ആണേ. ഒരു ഷോപ്പിൽ ഒരാൾ വന്ന് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ അക്കൗണ്ടന്റ് എന്തോ ചെയ്യും, അതിനെ റെക്കോർഡ് ചെയ്യും അല്ലേ. അതുപോലെ എല്ലാ കടകളിലും ഉള്ള അക്കൗണ്ടൻസ് അതിനെ റെക്കോർഡ് ചെയ്യും. അവർക്ക് വേറെ പണിയൊന്നുമില്ല. അന്നത്തെ വരവും ചെലവും എന്താണ്, മാർക്ക് ചെയ്യാൻ നോക്കുക. ദാറ്റ്സ് ഇറ്റ്. ട്രാൻസാക്ഷൻസ്, ഇതിനെ എല്ലാം കൂടെ എങ്ങോട്ടാ പോകുന്നത്, നെക്സ്റ്റ് ലെവലിലോട്ട് പോകും അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എറണാകുളത്ത് തന്നെ ഇപ്പോൾ ഒരു 4 ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 4 ഔട്ട്ലെറ്റിൽ നിന്നും ഒരു എന്താണ് 4 ഔട്ട്ലെറ്റിനോട് ഒരു എന്താണ് റീജിയണൽ ഒരു ഓഫീസ് കാണും അല്ലെ. ഓരോ റീജിയൻ വൈസ് എന്താണ് ഒരു ഓഫീസ് കാണുമെന്ന് വിചാരിക്കുക. സോ എന്താണ്, ആ റീജിയണൽ ഓഫീസിലായിരിക്കും എന്താ ഈ 4 ഓഫീസുകളിലും കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് വരുന്ന ട്രാൻസാക്ഷൻസിന്റെ എല്ലാം ഡേറ്റ ഇങ്ങോട്ടേക്ക് വിടും. ഇവരിതിനെ എന്തോ ചെയ്യും, ഇവിടെ ഇരിക്കുന്ന അക്കൗണ്ടൻസ് ട്രേഡിംഗ് പ്ലാനിൽ പ്രിപ്പയർ ചെയ്യും. ഒരിക്കലും ചെയ്യേണ്ട കാര്യം അവർക്കില്ല. അവർക്ക് എന്താണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡിംഗ് മാത്രമേ ഉള്ളൂ. ഇവരെന്ത് ചെയ്യും, ആ റീജിയണൽ ഓഫീസിലോട്ട് വിടും. ഇവിടെ എന്തോ ചെയ്യും, ഓക്കെ, എറണാകുളം റീജിയന്റെ എന്താണ് ട്രേഡിംഗ് പി ആൻഡ് എൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യും. അങ്ങനെ എറണാകുളം മാത്രമല്ല, ഇപ്പൊ എന്താണ് തിരുവനന്തപുരം, കോട്ടയം എന്ന് പറഞ്ഞിട്ട് എല്ലാ ജില്ലകളിലും ഉള്ള ഇവരുടെ എന്താണ് ആൾക്കാർ അങ്ങനെ പ്രിപ്പയർ ചെയ്യത്തില്ലേ. അതെന്തോ ചെയ്യും, അത് ഫർദർ എന്ത് ചെയ്യും, മെയിൻ ഹെഡ് ഓഫീസിലോട്ട് വിടും അല്ലെ. അവരെന്തോ ചെയ്യും, ഓൾ ഇന്ത്യ ലെവലിൽ ഇതിനെ കൺസോളിഡേറ്റ് ചെയ്ത് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറ്റും. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ലോവർ ലെവലിൽ നിന്ന് എന്താണ് റിപ്പോർട്ടിംഗ് ലെവൽ, അവിടെ നിന്ന് എന്താണ് ഹയർ ലെവൽ അല്ലെ, CFO ലെവൽ. ഈ CFO ലെവലിൽ എന്താ ചെയ്യുന്നത്, ഡിസിഷൻ മേക്കിംഗ് അല്ലെ. CFO ഇതിനെ അനലൈസ് ചെയ്തിട്ടാണ് എന്ത് നമ്മുടെ ഫർദർ കാര്യങ്ങൾ എങ്ങോട്ട് പോകണം, എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. സോ അതാണ് ഈ ഡയഗ്രത്തിൽ പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ്. നമ്മുടെ ട്രാൻസാക്ഷൻസ് മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അവിടെ എന്തോ ചെയ്യും, റിപ്പോർട്ടിംഗ് അല്ലെ, ഫൈനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഇവിടെ ഏത് സ്റ്റേജിൽ നടക്കും, നമ്മുടെ റിപ്പോർട്ടിംഗ് ആൻഡ് അനാലിസിസ് സ്റ്റേജിൽ നടക്കും. അവിടെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ഡിസിഷൻ മേക്കിംഗ്. ഇവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല, ഇവര് പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. ഇതിനും മുകളിലുള്ളവരാണ് ഇത് തീരുമാനങ്ങൾ എടുക്കുന്നത്. സോ ഇതാണ് എന്ത് ആ ഒരു ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ തന്നെ ഡേറ്റയിലെ ഇൻഫർമേഷൻ ആണെങ്കിൽ ഇതൊരു 6 സ്റ്റെപ്പിൽ കൂടെ പോകണം. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, കളക്ഷൻ ഓഫ് ഡേറ്റ. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുക അല്ലെ. നോക്കിക്കേ, അപ്രോപ്രിയേറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ മേ ബി യൂസ് ഫോർ ദിസ് പർപ്പസ്. പിന്നെ എന്താണ്, ട്രെയിനിങ് സ്റ്റാഫ് അല്ലെ, അവരെ യൂസ് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ ഈ സർവേ എന്നൊക്കെ കേട്ടിട്ടില്ലേ, സർവേസ്. നമ്മളിപ്പോൾ ചില എന്താണ് ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും കണക്ട് ആവുന്ന രീതി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സിനിമയുടെ ഒക്കെ റിവ്യൂ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മൈക്കും പിടിച്ച ഒരാൾ നിൽക്കുന്ന കാണാം അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, ചേട്ടാ റിവ്യൂ എങ്ങനെയുണ്ട്, കൊള്ളാം, കുറച്ച് പേര് കൊള്ളാം എന്ന് പറയും, കുറച്ച് പേര് കൊള്ളത്തില്ലെന്ന് പറയല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഡേറ്റ കളക്ട് ചെയ്യും അല്ലേ. അതാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇൻസ്റ്റ ഒക്കെ എടുത്താൽ കാണുന്ന ഒരു കാര്യം, മൈക്കും പിടിച്ചങ്ങോട്ട് ഇറങ്ങി വെച്ച് എന്ത് ചെയ്യും, ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റിന്റെ റേറ്റ് എത്ര എന്ന് പറയും അല്ലേ. സോ എന്താണ്, ദാറ്റ് ഈസ് കളക്ഷൻ ഓഫ് ഡേറ്റ. ഫസ്റ്റ് ഫേസ് ഓർത്ത് വെക്കുക. സെക്കൻഡ് വൺ, ഓർഗനൈസിങ് ദ ഡേറ്റ. ഡേറ്റനെ ഓർഗനൈസ് ചെയ്യുക. ഈ ഔട്ട്ഫിറ്റിന്റെ വില എത്രയാണെന്നോ അല്ലെങ്കിൽ സിനിമയുടെ റിവ്യൂ എങ്ങനെയുണ്ടെന്നോ നമ്മൾ ചോദിച്ച സാധനം നമ്മൾ എന്ത് ചെയ്യും, സിനിമയുടെ കാര്യമാണെങ്കിൽ എന്ത് ചെയ്യും, ഓക്കെ, നമ്മൾ നോക്കും പ്രായമുള്ളവർക്ക് എന്താണ്, ഓക്കെ മോശം ഇല്ല എന്നൊരു അഭിപ്രായം, മോശമില്ല എന്നൊരു അഭിപ്രായമാണെന്ന് പറയാം. കൊച്ചു പിള്ളേർക്കാണെങ്കിലോ അടിപൊളി എന്നുള്ള അഭിപ്രായമാണ്. അപ്പൊ എന്താണ്, ടീനേജേഴ്സിനും കൊച്ചു പിള്ളേർക്കും ഇത് അടിപൊളിയാണ്, പ്രായമുള്ളവർക്ക് അത് ഓക്കെയാണ്, ഫാമിലിക്കാണെങ്കിൽ എന്താണ് അത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എന്നെന്താണ് നമുക്കതിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും അല്ലേ. ഔട്ട്ഫിറ്റിന്റെ കേസിലാണെങ്കിൽ എന്താണ്, ഓക്കെ, ഗേൾസിന്റെ കോസ്റ്റ്യൂമിന് ചിലപ്പോൾ റേറ്റ് കൂടുതലെന്നായിരിക്കും, അല്ലെങ്കിൽ എന്താണ് പ്രായം കുറഞ്ഞ ഗേൾസിന്റെ ഡ്രസ്സിന് റേറ്റ് എന്താണ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ എന്താണ് പ്രായം ഉള്ളവർക്ക് എന്താണ് കുറച്ചുകൂടെ എന്താണ് കുറവുള്ള ഡ്രസ്സായിരിക്കും അവരിടുന്നത്, അല്ലെങ്കിൽ എന്താണ് ബോയ്സ് ആണെങ്കിൽ എന്താണ് ഒത്തിരി കോസ്റ്റ്ലി അല്ലാത്ത അല്ലെങ്കിൽ എന്താണ് കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് ഇടുന്നത്. ലൈക്ക് അങ്ങനെ എന്താണ്
കാറ്റഗറൈസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യും. സോ ഇതിന് പറയുന്ന പേരെന്താ? ഓർഗനൈസിങ് ദ ഡേറ്റ. നോക്കിക്കേ, ടു ജനറേറ്റ് റെലവെന്റ് ഇൻഫർമേഷൻ ഡേറ്റ മേ ബി ഗ്രൂപ്പ് അറേഞ്ച്ഡ് ഇൻ എ മാനർ ദാറ്റ് ക്രിയേറ്റ്സ് യൂസ്ഫുൾ ഇൻഫർമേഷൻ, അല്ലേ, ഫോർ ദ ടാർഗറ്റ് യൂസർ ഗ്രൂപ്പ്. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ സിനിമയുടെ കാര്യം പറഞ്ഞല്ലേ, സിനിമയുടെ കാര്യം പറഞ്ഞതിൽ എന്താണ്, ഇപ്പം ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത ഒരു സിനിമയാണ് ഇറക്കിയിരുന്നത്. പക്ഷേ ഫാമിലി ഓഡിയൻസിന് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്താണ്, ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്താൽ പറ്റും, അല്ലെ, അല്ലെങ്കിൽ എന്താണ്, ടീനേജേഴ്സ് പിള്ളേർക്ക് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നോക്കണമെങ്കിൽ എന്താണ്, അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. Third one is data processing. At this step, the data needs to be cleaned to remove the unnecessary elements. If any data point is missing or not available, എന്താണ്, ദാറ്റ് ഓൾസോ നീഡ് ടു ബി അഡ്രസ്ഡ്. നമ്മൾ ഈ കളക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത ഡേറ്റയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടാത്തതായിട്ടുണ്ടെങ്കിൽ, അല്ല, ഇപ്പം എന്താണ്, റിവ്യൂ പറയുന്ന സമയത്ത് ആരെങ്കിലും തെറി പറയാന്ന് വിചാരിക്കുക, അങ്ങനെയുള്ളവൻ്റെ വേണ്ട, റിമൂവ് ചെയ്തു. അല്ലെങ്കിൽ എന്താണ്, ഉടായ്പ് കാണിക്കുകയാണ്, ലൈക്ക് വൈസ്, അല്ലേ. സോ അതൊക്കെ എന്താണ്, നമ്മൾ റിമൂവ് ചെയ്യണം. ഇൻറ്റഗ്രേഷൻ ഓഫ് ഡേറ്റ. നോക്കിക്കേ, പ്രോസസ് ഓഫ് കമ്പൈനിങ് ഡേറ്റ ഫ്രം എ വേരിയസ് സോഴ്സ് ഇൻ ടു എ സിംഗിൾ യൂണിഫൈഡ് ഫോം. The step includes creation of data network sources, a master server and just വായിച്ചു വിടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പല ഇടത്തു നിന്ന് കളക്ട് ചെയ്ത ഡേറ്റ അതിനെന്ത് ചെയ്യും, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒറ്റ ഇതാക്കുക. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ നമ്മുടെ എറണാകുളം ലുലു PVRലുള്ള റിവ്യൂ ആണ് എടുത്തത്. ഇതിന് പകരം എന്താണ്, ഇതിന് പകരം വേറൊരു തിയേറ്ററിൽ പോയിട്ട് അവിടുത്തെ റിവ്യൂ കളക്ട് ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെ പലയിടത്തു നിന്നുള്ള ഇതിനെ എന്താണ് കളക്ട് ചെയ്തിട്ട് ഒറ്റ ഇതാക്കിയിട്ട് എന്താണ്, എറണാകുളത്തു നിന്ന് മൊത്തത്തിലുള്ള മൂവി റിവ്യൂ ആയിട്ട് ഞാൻ എടുക്കുക എന്ന് വിചാരിക്കുക. സോ അതൊരു ക്ലാസിക് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലേ. ആൻഡ് ഫിഫ്ത്ത് വൺ, ഡേറ്റ റിപ്പോർട്ടിംഗ്. ഞാനും കളക്ട് ചെയ്ത റിപ്പോർട്ടല്ലേ, എറണാകുളം ജില്ല, കോട്ടയം ജില്ല, തൃശ്ശൂർ, ആലപ്പുഴ എന്നിങ്ങനെ നമ്മൾ എന്താണ് ഓരോ ജില്ല വൈസായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, ഞാൻ ഇതിനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ ആ റിപ്പോർട്ട് ചെയ്യാന്ന് വിചാരിക്കുക. ഞാൻ യൂട്യൂബിൽ ഒരു എന്താണ് ചാനൽ തുടങ്ങിയിട്ട് എന്താണ് ഞാനത് പറയുകയാണ്, ഓക്കെ, ഇന്ന ജില്ലകളിൽ നിന്നും എന്താണ് കളക്ഷനൊക്കെ ഇത്രയുമുണ്ട്. സോ എന്താണ്, മൂവി ഓവറോൾ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ റിവ്യൂ പോലെ കൊടുക്കാമെന്ന് വിചാരിക്കുക. സോ എന്താണ്, നോക്കിക്കേ, ഫോർ എക്സാമ്പിൾ, ദേ ഷുഡ് ബി ഏബിൾ ടു പ്രൊവൈഡ് ദ സമ്മറൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, അല്ലേ. ഓവറോൾ ഇതിൻ്റെ ഒരു ഓവറോൾ സമ്മറി കൊടുക്കുന്നതിന് പറഞ്ഞ പേരാണ് റിപ്പോർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനിയും ഡേറ്റ യൂട്ടിലൈസേഷൻ. നോക്കിക്കേ, യൂട്ടിലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വെച്ചിട്ട്, ഈ കളക്ട് ചെയ്ത് കിട്ടിയ ഇൻഫർമേഷൻ എല്ലാം വെച്ചിട്ട് എന്താണ് മാനേജ്മെന്റ് തീരുമാനം എടുക്കുക. അപ്പം ഞാൻ ഈ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ കൊണ്ടുവന്നിട്ട് ആ സിനിമ എടുത്ത പ്രൊഡ്യൂസറിന് കൊടുക്കുവാണ് എന്ന് വിചാരിക്കുക. പ്രൊഡ്യൂസറിന് എന്താണ് തീരുമാനം എടുക്കാൻ പറ്റും, ഇനി ഈ ഡയറക്ടറിനെ വെച്ച് പടം ചെയ്യണോ, അത് എന്താണ്, ഞാൻ ഇനി എന്താണ് ഈ ജേണറിലുള്ള പടങ്ങൾ ചെയ്താൽ മതിയോ എന്നൊക്കെ എന്താണ് ഈ നമ്മുടെ കളക്ഷൻ റിപ്പോർട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഡ്യൂസറിനും മറ്റ് ക്രൂവിനും എന്താണ് നമുക്ക് കാര്യങ്ങൾ എടുക്കാൻ പറ്റും, അല്ലേ. സോ നിങ്ങൾ സിനിമയുടെ കാര്യം ഓർത്താൽ മതി, ഈസി ആയിട്ട് ഇത് സെറ്റല്ലേ. സോ അത്രയേ ഉള്ളൂ നമ്മുടെ 8.4. സോ അതും കഴിഞ്ഞു, അല്ലേ. എന്താണ് നമ്മുടെ ഈ 6 സ്റ്റെപ്പുകൾ ഓർത്ത് വെക്കുക: കളക്ഷൻ, ഓർഗനൈസേഷൻ, ഡേറ്റ പ്രോസസ്സിംഗ്, ഇന്റഗ്രേഷൻ, ഡേറ്റ റിപ്പോർട്ടിംഗ്, യൂട്ടിലൈസേഷൻ. കളക്ട് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. പരിപാടി കഴിഞ്ഞു. അടുത്ത മൊഡ്യൂളിലോട്ട് നമുക്ക് പോകാം. ഇതെല്ലാം ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നമുക്ക് വലിയ എഫേർട്ട് ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫോർ ക്വാളിറ്റി ഡിസിഷൻ മേക്കിംഗ്. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്താണ് ക്വാളിറ്റി ആയിട്ടുള്ള ഗുണകരമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം. അതാണ് ഇവിടെ പറയുന്നത് 8.5 പറയാം. നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് എന്താ നമുക്ക് നോക്കാം. ദ ക്വാളിറ്റി ഇൻഫർമേഷൻ ഷുഡ് ലീഡ് ടു ക്വാളിറ്റി ഡിസിഷൻ. നമുക്ക് കിട്ടുന്നത് ക്വാളിറ്റി ഇൻഫർമേഷൻ ആണെങ്കിൽ നമുക്ക് എടുക്കുന്ന തീരുമാനങ്ങൾക്കും എന്താണ് നല്ല ക്വാളിറ്റി കാണും, അല്ലേ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് വെൽ ക്യൂറേറ്റഡ് ആൻഡ് റിപ്പോർട്ടഡ് ഡേറ്റ, ദ ഡിസിഷൻ മേക്കേഴ്സ് ഷുഡ് ബി ഏബിൾ ടു ആഡ് ഹയർ വാല്യൂ ബിസിനസ് ഇൻസൈറ്റ്സ് ലീഡിംഗ് ടു ബെറ്റർ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. കുറച്ചുകൂടെ നയതന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്. ബൈ ട്രാൻസ്ഫോമിംഗ് ദ ഇൻഫർമേഷൻ ഇൻ ടു എ പ്രോസസ് ഫോർ ക്വാളിറ്റി ഡിസിഷൻ മേക്കിംഗ് ദ ഫേം ഷുഡ് അച്ചീവ് ദ ഫോളോയിങ് എബിലിറ്റീസ്. നമ്മുടെ ഫേമിന് ഈ പറയുന്ന കഴിവുകളൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന എബിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കണം. ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എ വൈഡ് റേഞ്ചിങ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ ആൻഡ് പുട്ട് ഓൺ ദാറ്റ് ഇൻഫർമേഷൻ ടു കോർപ്പറേറ്റ് പ്ലാനിംഗ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ഡിസിഷൻ സപ്പോർട്ട്. എന്താ പറയുന്നത്, നമ്മുടെ ഡേറ്റേനെ എന്ത് ചെയ്യും, ലോജിക്കലായിട്ട് അതിനെ മനസ്സിലാക്കാനും അതിനെ കോർപ്പറേറ്റ് പ്ലാനിങ്ങിൽ അതിനെ ഉപയോഗപ്പെടുത്താനും അത് വെച്ച് ബഡ്ജറ്റ് ചെയ്യാനും ഫോർകാസ്റ്റ് ചെയ്യാനും. ഫോർകാസ്റ്റിംഗ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഭാവിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അത് വെച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം. നിങ്ങൾ കോസ്റ്റിങ്ങിലൊക്കെ പഠിക്കുമ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് ഒക്കെ കേട്ടിട്ടില്ലേ, മാർജിനൽ കോസ്റ്റിംഗ്, അല്ലേ. അതിൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ബ്രേക്ക് ഈവൻ പോയിന്റ്, ഷട്ട് ഡൗൺ പോയിന്റ്, അല്ലേ.
ഞാനൊരു കാര്യം ഷട്ട് ഡൗൺ ചെയ്യണോ വേണ്ട, ഷട്ട് ഡൗൺ കോസ്റ്റ് കേട്ടിട്ടില്ല. സോ അതൊക്കെ എന്താണ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ്. Predict the outcomes more effectively compared to conventional forecasting techniques based on historical financial reports. നമ്മുടെ പാസ്റ്റ് റിപ്പോർട്ട്സ് വെച്ചിട്ടല്ല, നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് എന്താണ് നമ്മുടെ ഭാവിയെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ഒരു ക്ലാസിക് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ കോവിഡ് വന്ന സമയത്ത് എന്താണ് നമ്മൾ ഇത്രയും നാളും നമ്മുടെ കമ്പനിയുടെ പഴയ പെർഫോമൻസ് വെച്ച് നോക്കിക്കൊണ്ടിരുന്ന് മുന്നോട്ട് പോകുമായിരുന്നെങ്കിൽ എന്താണ് ആ കോവിഡിൻ്റെ ടൈമിൽ നമ്മൾ ഉറപ്പായിട്ടും എന്താണ് എല്ലാ കമ്പനികളും പൂട്ടിപ്പോത്തേ ഉള്ളൂ. ആ ഒരു ടൈമിൽ എന്താണ് വേണ്ടതെന്നും ആ ഒരു ടൈമിലേക്ക് എന്താണ് ഭാവിനെ പ്രഡിക്റ്റ് ചെയ്യാനും കഴിവുള്ള സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, മാസ്ക് ഉണ്ടാക്കി വിൽക്കുന്നു അല്ലേ, വർക്ക് ഫ്രം ഹോം കൾച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ. സോ അങ്ങനെയൊക്കെ എന്താണ് സാഹചര്യം അനുസരിച്ച് ഫോർകാസ്റ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്താണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്. സോ ദാറ്റ് ഇസ് എ സെക്കൻഡ് പോയിന്റ്. റിയൽ ടൈം സ്പോട്ടിംഗ് ഓഫ് എമേർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഓൾസോ കേപ്പബിലിറ്റി ഗ്യാപ്സ്. നമുക്കെന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടോ എന്നുള്ളത് എന്താണ് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് എന്താണ് നമ്മൾ പറയത്തില്ലേ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ കയറിയതാ അല്ലേ എന്ന് പറഞ്ഞ പോലെ എന്താണ് അങ്ങനെ ചെയ്യാൻ പറ്റണം. അതൊക്കെ കമ്പനിക്ക് അങ്ങനെ ഒരു കഴിവ് വേണം. Making strategies for responding to uncertain events like market volatility, black swan events through simulation. പിന്നെ എന്താണ് ഡയഗ്നോസ് ഫിൽട്ടർ ആൻഡ് എന്താണ് നമ്മുടെ എന്താണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ത് ചെയ്യണം, ഡയഗ്നോസ് ചെയ്യണം, ഫിൽട്ടർ ചെയ്യണം, എക്സെപ്റ്റ് ചെയ്യണം. പിന്നെ എന്താണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി എന്താണ് നമ്മൾ എക്യുപ്ഡ് ആയിരിക്കണം. റെക്കഗ്നൈസ് ദ വയബിൾ അഡ്വാൻറ്റേജസ് ടു സർവീസ് എന്താണ് കസ്റ്റമേഴ്സിൻ്റെ ബെറ്റർ മാനർ. കസ്റ്റമേഴ്സിന് നല്ല സർവീസ് കൊടുക്കണം, അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് വാല്യൂ അഡീഷൻ ആണ്. ഐഡൻറ്റിഫൈ ദ പോസിബിൾ ഫ്രോഡ്സ് ആൻഡ് പോസിബിലിറ്റീസ് ഓൺ ബേസ് ഓഫ് ഡേറ്റ അനലിറ്റിക്സ്. ഫ്രോഡോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ എന്താണ് ബിൽഡിംഗ് ഇംപ്രസീവ് യൂസ്ഫുൾ ഡാഷ്ബോർഡ്സ് ടു മെഷർ ആൻഡ് ഡെമോൺസ്ട്രേറ്റ് സക്സസ്ഫുൾ ലീഡിങ് ടു എഫക്റ്റീവ് സ്ട്രാറ്റജീസ്. കാര്യമായിട്ടൊന്നും പറയുന്നില്ല, എന്താണ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. എല്ലാ പോയിന്റിലും ഒറ്റ കാര്യം തന്നെയാണ് പറയുന്നത്, എന്താ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യണം, നല്ല തീരുമാനങ്ങൾ എടുക്കണം. അതിനെ ഒരു 8 പോയിന്റായിട്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. നോട്ട് റെലവൻറ്റ് കേട്ടോ, അത് അത്ര ഇമ്പോർട്ടൻറ്റ് കാര്യമാണെന്ന് എനിക്ക് തോന്നണില്ല. സോ നമ്മുടെ അതും കഴിഞ്ഞു. 8.6 പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം റിഗാർഡിംഗ് ഡേറ്റ. സ്കെപ്റ്റിസിസം നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ, എവിടെയാണ് കേട്ടുള്ളത്? ഓഡിറ്റിങ്ങിൽ അല്ലേ. എന്താ പറയുന്നത്, ഓഡിറ്റ് എവിഡൻസ് കളക്ട് ചെയ്യുന്ന സമയത്തും ത്രൂ ഔട്ട് ദി ഓഡിറ്റ് പ്രോസസ്സും എന്താണ് നമ്മുടെ ഓഡിറ്റർ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം അപ്ലൈ ചെയ്യണം അല്ലേ. സോ എന്താണ് ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, അതിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്താണ് മാനേജർ ഷുഡ് നെവർ ടേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് അനാലിസിസ് അറ്റ് ഫേസ് വാല്യൂ, എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹിഡൻ ഇൻസൈറ്റ്സ്. എന്താണ് ചുമ്മാ ഇപ്പോഴത്തെ വാല്യൂ വെച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് ഫേസ് വാല്യൂവിൽ എന്താണ് നമ്മളൊരു കാര്യത്തെ അനലൈസ് ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും സ്കെപ്റ്റിക് ആയിരിക്കണം, സംശയത്തോടെ വേണം നോക്കാൻ. അല്ലെങ്കിൽ എന്താണ് നമ്മൾ ക്യൂരിയസ് ആയിരിക്കണം അല്ലേ. എന്താണ് വൺ മേജർ കൺസേൺ അബൌട്ട് ദ യൂസ് ഓഫ് ഡാറ്റ അനലിറ്റിക്സ് ഇസ് ദ ലൈക്ലിഹുഡ് ഓഫ് ഫോൾസ് പോസിറ്റീവ്. ദ ഡാറ്റ മേ ഐഡന്റിഫൈ ഫോർ എ ഫ്യൂ പൊട്ടൻഷ്യൽ അനോമലീസ് ദാറ്റ് കുഡ് ലേറ്റർ ബി ഐഡന്റിഫൈഡ് ആൻഡ് റീസണബിളി. എന്താണ് ഡേറ്റ നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിരിക്കും, പക്ഷെ എന്താണ് ബാക്കിയുള്ളതിന് അത് യൂസ്ഫുൾ ആവണം എന്നില്ല. സോ അതാണ് പറയുന്നത് എന്ത് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കിക്കേ, it is important to identify and understand the conditions in which the finance and audit professionals could apply professional skepticism. This is a requirement to keep a fine balance between costly skepticism and എന്താണ് underutilizing data analytics to keep the cost under control. എപ്പോഴും സ്കെപ്റ്റിക് ആയിട്ടുള്ള ഒരു ഗുണം എന്താ, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളെ എന്താണ് പിടിച്ചെടുക്കാൻ പറ്റും. ഫ്രോഡ്സോ എറേഴ്സോ എന്തെങ്കിലും വശപ്പശ കണ്ടെങ്കിൽ തന്നെ എന്താണ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നോട്ട് റെലവൻറ്റ്, എനിക്ക് കാര്യമായിട്ടൊന്നുമില്ല. എത്തിക്കൽ യൂസ് ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. എത്തിക്സ് എന്താണ് എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് നമ്മൾ ലോയിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്താണ് സത്യസന്ധപരമായിട്ടല്ലേ നമ്മൾ റൈറ്റ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. സോ ഡേറ്റേനെ എന്താണ് എത്തിക്കലായിട്ട് വേണം യൂസ് ചെയ്യാൻ. ഒരാൾക്ക് ഒരുത്തിന് പണി കൊടുക്കാൻ വേണ്ടി എന്താണ് ഡേറ്റേനെ യൂസ് ചെയ്യരുത്. Data analytics can help in decision making process and make an impact. However, the empowerment for the business also comes with the challenges. നോക്കിക്കേ, 5 ഗൈഡിങ് പ്രിൻസിപ്പിൾസ് റിഗാർഡിങ് എത്തിക്സ് അതാണ് ഇവിടെ പറയുന്നത്. ഈ ഡേറ്റ എത്തിക്കലി യൂസ് ചെയ്തില്ലെങ്കിലുള്ള ഗുണം എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുവാന്ന് വിചാരിക്കുക. ഓക്കെ, എൻ്റെ കയ്യിൽ കമ്പനിയുടെ ക്രൂഷ്യൽ ഡേറ്റ ഉണ്ട്.
ഞാനും എൻ്റെ സീനിയറുമായിട്ട് ഞാൻ വഴക്കായി, എൻ്റെ സീനിയർ ഓഫീസറുമായിട്ട് ഞാൻ വഴക്കായി എന്ന് വിചാരിക്കേ. ഞാനൊന്നും നോക്കിയില്ല, പിറ്റേന്ന് ഈ കമ്പനിയുടെ ക്രൂഷ്യൽ ഡാറ്റ അതിൽ എടുത്തിട്ട് ഞാൻ അങ്ങ് നെറ്റിൽ അപ്ലോഡ് ചെയ്തു. ആഹാ, അവനിട്ടൊരു പണി കൊടുക്കാം എന്ന് വിചാരിച്ച് ചെയ്തു. അത് എത്തിക്കലാണോ? അല്ല. സോ ഇതിനൊക്കെയാണ് എന്ത് എത്തിക്കൽ യൂസ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ഡേറ്റ യൂസ് ചെയ്യുമ്പോൾ വളരെ എത്തിക്കലായിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം 5 പ്രിൻസിപ്പിൾസ് റിഗാർഡിങ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് അല്ലേ, നോക്കിക്കേ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് ദ ഓണർഷിപ്പ് ഓഫ് എനി പേഴ്സണൽ ഇൻഫർമേഷൻ ബിലോങ്ങിങ് ടു ദ പേഴ്സൺ. ഇതിന്റെ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കാണാൻ പറ്റും അല്ലെ, പല കാര്യങ്ങളും നമ്മൾ ചില സമയത്ത് നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ ഫ്രണ്ട്സുമായിട്ടിരുന്ന് സംസാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ പിന്നീട് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ആമസോണോ എടുക്കുമ്പോൾ ആഡായിട്ട് വരാറുണ്ട് അല്ലേ. സോ എന്താണ് പറയുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടം എൻ്റെ പ്രിഫറൻസ് ആയിരിക്കും ഞാൻ നോക്കുന്നത്, പക്ഷേ ഇത് ഇവിടെ കുത്തിക്കയറ്റി ഇത് നോക്കാൻ പറഞ്ഞോ? ഇല്ല. ക്ലാസിക് എക്സാമ്പിളാണ്. നോക്കിക്കേ, ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വൈസബിൾ ടു ആസ്ക് ഫോർ ദ പെർമിഷൻ ബിഫോർ ഹാൻഡ് ടു അവോയ്ഡ് ഫർദർ ലീഗൽ ആൻഡ് എത്തിക്കൽ കോംപ്ലിക്കേഷൻസ്. നമ്മൾ ഈ ടേംസ് ആൻഡ് എഗ്രിമെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ കേൾക്കാറില്ലേ, ഫോൺ ഹാക്കിംഗ് അല്ലെങ്കിൽ എന്താണ് ഡേറ്റ ചോർന്നു പോയി എന്നൊക്കെ. ചില ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ നെടുനീളത്തിൽ എഗ്രിമെന്റ് കാണും അല്ലെ. നമ്മളതൊന്നും നോക്കാറില്ല, എന്ത് ചെയ്യും, കണ്ണു അടച്ചിട്ട് ടിക്ക് ചെയ്യും, എഗ്രി ആൻഡ് കണ്ടിന്യൂ ഇൻസ്റ്റാൾ കൊടുത്തു അല്ലേ. സോ എന്താണ് അവിടെ നമ്മൾ എന്താണ് പെർമിഷൻ കൊടുക്കുകയാണ് അല്ലേ. പക്ഷേ സോ ഇവിടെ പറഞ്ഞ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ എടുക്കാൻ പാടില്ലെന്ന്. അങ്ങനെ ഇല്ലാതെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അതൊരു ലീഗൽ ഒബ്ലിഗേഷനിലേക്ക് ലീഡ് ചെയ്യും. ഇതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഡേറ്റ ആണെങ്കിലോ, പ്രയർ പെർമിഷൻ മസ്റ്റ് ബി ഒബ്റ്റൈൻ ബിഫോർ യൂസ് ഓഫ് ഫിനാൻഷ്യൽ ഡേറ്റ ഫോർ ഫർദർ അനാലിസിസ്. അതായത് എന്താണ്, ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡേറ്റയെ സംബന്ധിച്ചാണെങ്കിലും എന്താണ്, ആ കമ്പനിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഓണറിനെയോ എന്താണ് പ്രോപ്പറായിട്ട് എന്താണ് അറിയിച്ച് അയാളുടെ പെർമിഷൻ എടുത്തിട്ട് വേണം എന്ത് നമ്മളത് പബ്ലിഷ് ചെയ്യാൻ. സോ അതാണ് റിഗാർഡിങ് ഓണർഷിപ്പ്. നെക്സ്റ്റ് വൺ റിഗാർഡിങ് ട്രാൻസ്പെറൻസി. എന്താ നോക്കിക്കേ, ട്രാൻസ്പെറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എന്താണ്, അതിൽ ഒരു വ്യക്തത വേണം, എന്താണ് ചെയ്യുന്നതെന്നൊരു വ്യക്തത വേണം. ദാറ്റ്സ് ഇറ്റ്. അതായത് മെയിൻറ്റെയിനിങ് ട്രാൻസ്പെറൻസി ഈസ് ഇമ്പോർട്ടൻറ്റ് വൈൽ ഗ്യാതറിംഗ് ഡേറ്റ. ഒബ്ജക്റ്റീവ് വിത്ത് ദ കമ്പനി ഈസ് കളക്ടിങ് യൂസേഴ്സ് ഡേറ്റ ഷുഡ് ബി നോൺ ടു ദ യൂസർ. നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യുവാണോ എന്നുള്ള കാര്യം യൂസറിന് അറിയണം. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം എന്താണ് ചില ആപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ നടത്ത സെൻഡ് അനോണിമസ് ഡേറ്റ. നമ്മൾ അത് മെയിനായിട്ട് ലാപ്ടോപ്പിലൊക്കെ നമ്മൾ എന്താണ് ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്തോ അല്ലെങ്കിൽ എന്താണ് സേവ് കുക്കീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് നമ്മളോട് പെർമിഷൻ ചോദിക്കാറുണ്ട് അല്ലേ. സോ എന്താണ് നമ്മുടെ ഡേറ്റ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നെന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതാണ് പറയുന്നത് ഇവിടെ ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, is the company is using cookies to track the online behavior of users. It should be mentioned to the user through a written policy that the cookie could be used for tracking users' online behavior and collected data while stored in a secure database to a trainer algorithm. ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ സെർച്ച് ഹിസ്റ്ററി വെച്ചിട്ട് എന്താണ് നമുക്കതനുസരിച്ചിട്ടുള്ള ആഡ്സ് കാണിച്ചു തരിക. ഇപ്പം എൻ്റെ ആമസോണിലെ എൻ്റെ പെർച്ചേസ് ഹിസ്റ്ററി നോക്കിയിട്ട് എന്താണ് എനിക്ക് അതനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ എന്താണ് കാണിച്ചു തരിക അല്ലേ. ഇപ്പം ഞാൻ എന്താണ് ഞാൻ റീസെൻ്റ്ലി 2 കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള 2 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്താണ് എനിക്ക് ഭാവിയിൽ ആഡ്സ് വരുമ്പോൾ എന്താണ് ദേ ഇങ്ങനെ സാധനങ്ങളുണ്ട് നോക്കുന്നോ എന്ന് പറഞ്ഞിട്ടുള്ള ആഡ്സ് കൊടുക്കുക അല്ലേ. സോ അതൊക്കെ എന്താണ് അങ്ങനെ എൻ്റെ ഇത് നോക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് പ്രോപ്പറായിട്ട് ടേംസ് ആൻഡ് എഗ്രിമെന്റ്സിനകത്ത് പ്രോപ്പറായിട്ട് പറയണം, ആൻഡ് അത് യൂസ് ചെയ്യുന്നുണ്ടെന്നും പറയണം. ദാറ്റ്സ് ഇറ്റ്. അതാണ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിഗാർഡിങ് പ്രൈവസി എന്താണ് പ്രൈവസി? നമ്മൾ ഈയിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 1-2 ഇയേഴ്സ് ബാക്ക് ആണെന്ന് തോന്നുന്നു, നിങ്ങൾ കേട്ടായിരുന്നോ, നിങ്ങളെങ്കിൽ കുറച്ച് പേരെങ്കിലും കേട്ട് കാണാം, വാട്സപ്പ് അവരുടെ പ്രൈവസി സ്റ്റേറ്റ്മെന്റ് അപ്ഡേറ്റ് ചെയ്തു, ഇനിയും പ്രൈവസി ഇല്ല, പ്രൈവറ്റ് മറ്റാൾക്കാർക്ക് എന്താണ് അവർ മറിച്ച് കൊടുക്കാൻ പോവാണ് ഇൻഫർമേഷൻ. ആ സമയത്ത് നമ്മൾ എല്ലാവരോടും എന്ത് ചെയ്തു, സിഗ്നൽ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ എന്താണ് പ്രൈവസി, ഇന്ന് കാലത്ത് പ്രൈവസി എന്താണ് ഒരു മിത്ത് മാത്രമാണ്. എവറിത്തിങ് എന്താണ് പബ്ലിക് ആണ്, അത് അങ്ങനെയാണ് പറയുന്നത്. സോ എന്താണ് പ്രൈവസി അല്ലേ. പക്ഷെ എന്താണ് ഓക്കെ, ആസ് എ യൂസേഴ്സ് മേ അലൗ ടു കളക്ട് സ്റ്റോർ അനലൈസ് പേഴ്സണൽ ഐഡന്റിഫയബിൾ ഇൻഫർമേഷൻ ദാറ്റ് ഡസ് നോട്ട് ഇംപ്ലൈ ഇറ്റ് ഷുഡ് ബി മെയ്ഡ് പബ്ലിക്ലി അവൈലബിൾ. നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ട്രൂ കോളർ എന്ന് പറഞ്ഞ ആപ്പ് കേട്ടിട്ടുണ്ടോ? അത് എന്താണ് ഡേറ്റ പ്രൈവസി ഒട്ടും വാല്യൂ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫോണിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഡേറ്റാസ് എന്താണ് അതൊക്കെ എന്താണ് ചോർത്തുന്നു എന്നൊരു ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് വൈസ് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ വെറുതെ എന്താണ് ലീക്ക് ആക്കരുത്. ഡേറ്റ കളക്ട് ചെയ്യുന്നെങ്കിൽ ചെയ്തോ, പക്ഷെ വേണ്ടാത്തതിൽ കൈ കടർത്തരുത്. ദാറ്റ്സ് ഇറ്റ്.
The possibility of breach of data privacy may also be done through എന്താണ് de-identifying the data set. എന്താണ് ഡാറ്റ പ്രൈവസി എന്താണ് ഇപ്പം ഞാൻ പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്ക് പ്രൈവസി വേണം എന്നെന്താണ് അത്രയ്ക്ക് നിർബന്ധമാണ് എങ്കിൽ എനിക്ക് ചെയ്യുന്ന പിന്നൊരു കാര്യമുണ്ട്. എന്താ, എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് കളയുക. പ്രൈവസിയാണ് അല്ലേ? സോഷ്യൽ മീഡിയയിൽ എങ്ങുമില്ല. ഓക്കെ, 100% പ്രൈവസിയാണ്. സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാതിരിക്കുക, പകരം നമ്മുടെ കീപാഡ് ഫോൺ യൂസ് ചെയ്യുക. മെത്തേഡ് ഓഫ് എന്താണ് മെയിൻറ്റെയിനിങ് പ്രൈവസി. ഓക്കെ, ബ്രീച്ച് ഓഫ് ഡാറ്റ പ്രൈവസി മേ ഓൾസോ ബി ഡൺ ത്രൂ എന്താണ് ഡി ഐഡന്റിഫൈങ് എ ഡാറ്റ സെറ്റ്. നമ്മളെന്താണ് നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു, എൻ്റെ ഫോണും കളഞ്ഞു, ഡി ഐഡന്റിഫൈ ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. പിന്നെ എന്താണ് റിഗാർഡിങ് ഇന്റൻഷൻ ഓഫ് ദ ഡാറ്റ അനാലിസിസ് ഷുഡ് നെവർ ബി മേക്കിംഗ് പ്രോഫിറ്റ്സ് ഔട്ട് ഓഫ് അതേഴ്സ് വീക്ക്നെസ്. അല്ലെങ്കിൽ എന്താണ് അതായത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഡാറ്റ കളക്ഷനും കാര്യങ്ങളും ഒക്കെ. അതുപോലെ എന്താണ് പ്രോഫിറ്റേ എന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. എനിക്ക് ലാഭം മാത്രം മതി, അതിന് ഞാൻ ആരെ വേണേലും കൊല്ലും, എന്ത് പരിപാടി വേണേലും ഞാൻ കാണിക്കും, അങ്ങനെ ആവരുത്. അവർ പറയുന്നത് എന്താണ് ആവശ്യത്തിന് അല്ലെ എത്തിക്കലായിട്ട് യൂസ് ചെയ്യുക. അതാണ് റിഗാർഡിങ് ഇന്റൻഷൻ. റിഗാർഡിങ് ഔട്ട്കംസ് എന്താ പറയുന്നത്? even if the intentions are good, the result of the data analysis may inadvertently hurt the clients and data providers. ഇപ്പം ആരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു കമ്പനി അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഡാറ്റ കളക്ട് ചെയ്തു, പിറ്റേന്ന് ഒരുത്തം വന്ന് ഹാക്ക് ചെയ്തുകൊണ്ട് പോയി, എന്തോ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കമ്പനിയുടെ കുറ്റമല്ല, സ്റ്റിൽ എന്താണ് അതൊരു അവർക്ക് ഹേർട്ട്ഫുൾ ആയ ഒരു കാര്യമാണ്. സോ എന്താണ് ദിസ് ഈസ് കോൾഡ് ഡിസ്പാർട്ടേറ്റ് ഇമ്പാക്ട് വിച്ച് ഈസ് അൺഎത്തിക്കൽ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എന്താണ് നമ്മുടെ 8.1 to 8.7 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്താണ് ഞാൻ ഈ മാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് നോക്കുക. ഇതിൽ എന്താണ് ഒരുപാട് റെലവൻ്റ് ആയ കാര്യങ്ങളൊന്നുമില്ല. യെറ്റ് എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.